ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വീറ്റ്സോൺ ബ്രിഡ്ജ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PQRS റെസിസ്റ്റേഴ്സ് ഇല്ലേ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഓൾമോസ്റ്റ് സെയിം ആവുമ്പോൾ, ഈ PQRSന്റെ റെസിസ്റ്റൻസ് വാല്യൂസ് ഇല്ലേ അത് ഓൾമോസ്റ്റ് സെയിം ആവുമ്പോഴാണ് വീറ്റ്സോൺ ബ്രിഡ്ജ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആവുക. അതൊരു പോയിന്റ്. അതേപോലെ അഡ്വാൻറ്റേജ് ഓഫ് വീറ്റ്സോൺ ബ്രിഡ്ജ് ഇറ്റ് ഫോളോസ് എ നൾ മെത്തേഡ് ആണ്. എന്ത് മെത്തേഡ്? നൾ മെത്തേഡ്. നൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല നമ്മൾ മിഡിൽ ബ്രാഞ്ചിൽ കറണ്ട് ഇല്ല എന്ന് പറയണം. വീറ്റ്സോൺ ബ്രിഡ്ജിൽ ഗാൽവനോമീറ്ററിന്റെ സൂചി നേരെ നിൽക്കും. അപ്പൊ ദെൻ വി സേ ദാറ്റ് നോ കറന്റ് ഫ്ലോസ് ത്രൂ ഗാൽവനോമീറ്റർ. വീറ്റ്സോൺ ബ്രിഡ്ജിന്റെ അഡ്വാൻറ്റേജ് നൾ മെത്തേഡ് ആണ്. വീറ്റ്സോൺ ബ്രിഡ്ജ് ഏറ്റവും സെൻസിറ്റീവ് എപ്പോഴാ വീറ്റ്സോൺ ബ്രിഡ്ജ് സെൻസിറ്റീവ് ആവണേ? മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് PQRS ആർ ഓൾമോസ്റ്റ് സെയിം. അപ്പോഴാണ് വീറ്റ്സോൺ ബ്രിഡ്ജ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആവുക. PQRS റെസിസ്റ്റേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾമോസ്റ്റ് സെയിം ആവുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വീറ്റ്സോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷനിൽ വ്യത്യാസം വരുമോ? അതായത് ബാലൻസിങ് കണ്ടീഷനിൽ വരില്ലേ, അതിൽ സെല്ലും ഗാൽവനോമീറ്ററും ഇന്റർചേഞ്ച് ചെയ്തു വെക്കി. When galvanometer and cell are interchanged, condition for balance point of the bridge remains satisfied. എന്താണ്? വീറ്റ്സോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷനിൽ നമ്മൾ സെല്ലും ഗാൽവനോമീറ്ററും ഇന്റർചേഞ്ച് ചെയ്തു നോക്കി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോഴും ബാലൻസിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് ഓർത്തോളൂ. വീറ്റ്സോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷനിൽ വെച്ചിട്ട് ഓർമ്മയുണ്ട, ഗാൽവനോമീറ്ററും താഴത്തെ സെല്ലും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു നോക്കി, അപ്പോഴും ബാലൻസിങ് കണ്ടീഷൻ റിമെയിൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രം അല്ല, അമ്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അമ്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അമ്മീറ്ററിനെ എപ്പോഴും നമ്മൾ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ടാണ്, വിത്ത് ലോ റെസിസ്റ്റൻസ്. പിന്നെ വോൾട്ട്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ എങ്ങനെയാ? ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. വിത്ത് ഹൈ റെസിസ്റ്റൻസ്. വോൾട്ട്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഹൈ റെസിസ്റ്റൻസ്. ഒരു ബൾബ് ഉണ്ട്, ഈ ബൾബിൽ കൂടെ ഒരു ബൾബ് സെല്ല്, ഈ വയറിൽ കൂടെ എത്ര കറണ്ട് പോകണ്ടെന്ന് അറിയാൻ നിങ്ങളൊരു അമ്മീറ്ററിനെ കണക്ട് ചെയ്യണം. അമ്മീറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട്. കാരണം സീരീസ് കോമ്പിനേഷനിലാണ് കറണ്ട് സെയിം. ഇനി അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്താ? ഐഡിയൽ അമ്മീറ്റർ റെസിസ്റ്റൻസ് എത്രയാ? 0. അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. ഇനി വോൾട്ട്മീറ്റർ എങ്ങനെയാ കണക്ട് ചെയ്യണ്ടേ? എപ്പോഴും എന്താ? പാരലായിട്ട് കണക്ട് ചെയ്യേണ്ട വോൾട്ട്മീറ്റർ. പാരലായിട്ട് കണക്ട് ചെയ്യുക മാത്രമല്ല, വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കണം. വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് ലോ ആയ എന്താ പ്രശ്നം? കറണ്ട് ബൾബിൽ കൂടെ പോവാതെ കറണ്ട് എന്ത് ചെയ്യും? സ്മോൾ റെസിസ്റ്റൻസ് ആണ് വെക്കുക വോൾട്ട്മീറ്ററിന്. കംപ്ലീറ്റ് കറണ്ട് വോൾട്ട്മീറ്ററോടെ പോകും. പിന്നെ ബൾബ് കത്തുവോ? കത്തില്ല. അപ്പൊ വോൾട്ട്മീറ്റർ എന്താ? ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഹൈ റെസിസ്റ്റൻസ്. ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. ഐഡിയൽ വോൾട്ട്മീറ്റർ ഷുഡ് ഹാവ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. അതിനർത്ഥം ഒറ്റ കറണ്ട് വോൾട്ട്മീറ്ററോട് പോവില്ല. ഷുഡ് ഹാവ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. അത് ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഐഡിയൽ വോൾട്ട്മീറ്ററിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ EMF ഓഫ് എ സെല്ല് ഈസ് ഈക്വൽ ടു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് when no current flows through the cell. അപ്പോൾ when EMF ടെർമിനൽ പീഡി ആവാൻ EMF ടെർമിനൽ പീഡിയും ഈക്വൽ ആവാനുള്ള, അതായത് ഇയും വിയും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. അടുത്ത കണ്ടീഷൻ എന്താ? when no current flows through the cell. അതുകൊണ്ട് തന്നെ E വേഴ്സസ് R ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന്റെ അർത്ഥം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ആർക്ക് വ്യത്യാസം വരില്ല? EMF-ന് വ്യത്യാസം വരില്ല. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മാറിയാലും ആർക്ക് വ്യത്യാസം വരില്ല? EMF-ന് വ്യത്യാസം വരില്ല. ER ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ്.
EMF വേഴ്സസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഗ്രാഫ് എന്താ? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. EMF ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. EMF ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഓർക്കേണ്ട പോയിന്റുകളാട്ടോ. EMF ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. EMF ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അത് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. EMF ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആറ് ശ്രദ്ധിക്കുക. അടുത്ത കോൺസെപ്റ്റ് കഴിഞ്ഞാൽ വി വേഴ്സസ് ആർ ഗ്രാഫ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. വി ഈക്വൽ ടു ഇ ബൈ എന്താ 1 പ്ലസ് ആർ ബൈ ആർ. ഈ ഫോർമുല ഓർത്തു വെച്ചോളൂ. വി ഈക്വൽ ടു എന്താ? ഇ ബൈ 1 പ്ലസ് ആർ ബൈ ആർ. ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആണെന്ന് വെക്കി. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ എന്താ ആർ ബൈ ആർ ഈക്വൽ ടു എന്താ? ആർ ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു എന്താ? 0 ആണ്. അപ്പൊ വി ഈക്വൽ ടു എന്താ? ആർ ബൈ ഇൻഫിനിറ്റി എത്ര? 0 ആണ്. എനിത്തിങ് ബൈ ഇൻഫിനിറ്റി ആർ ബൈ 0 ആണ്. അപ്പൊ ഇൻഫിനിറ്റി ആണ്. ആർ ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ ആർ ബൈ 0 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ വി ഈക്വൽ ടു എന്താ? ഇ ബൈ 1 പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ വി ഈസ് ഈക്വൽ ടു എന്താ? ഇ ബൈ ഇൻഫിനിറ്റി. എനിത്തിങ് ബൈ ഇൻഫിനിറ്റി എത്ര? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ ടെർമിനൽ പീഡിയം എത്രയാ? 0 ആണ്. ഇനി അടുത്ത കേസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെന്ന് വെക്കുക. അപ്പൊ വി ഈക്വൽ ടു എന്താ? ഇ ബൈ 2 ഈക്വൽ ആയതുകൊണ്ട് എന്താ? 1 പ്ലസ് 1. അപ്പൊ വി ഈക്വൽ ടു എന്താ? ഇ ബൈ 2. എപ്പോ? വെൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ്. ഈ ഒരു പോയിന്റ് ആണെന്ന് വെക്കുക. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? വി ഈക്വൽ ടു എന്താ? ഇ ബൈ 2 ആണ്. മനസ്സിലായോ? ടെർമിനൽ പി ഡി ഈക്വൽ ടു എന്താ? ഇ ബൈ 2. ഇനി അടുത്ത കേസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്താവും? സ്മോൾ ലെറ്റർ ആർ ബൈ ഇൻഫിനിറ്റി എത്രയാ? 0 ആണ്. അപ്പൊ 1 പ്ലസ് ആർ ബൈ ആർ എന്തായി? 1 ആയി. അപ്പൊ വി ഈക്വൽ ടു എന്താ? ഇ ആണ്. മനസ്സിലായോ? ഇ ബൈ 1 എന്ന് പറഞ്ഞാൽ അപ്പൊ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ എന്താ? വി എന്ന് പറയുന്നത് എന്താ? ഇ എം എഫ് തന്നെയാണ്. അപ്പൊ ഒരു പോയിന്റും കൂടി കിട്ടി. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് എത്രയാ? 0 ആണ്. മനസ്സിലായോ? അപ്പൊ ഇ എം എഫും ടെർമിനൽ പീഡിയും ഈക്വൽ ആവണ എപ്പോഴാ? ഈക്വൽ ടു വി ഈക്വൽ ആവുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആവുമ്പോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്താ? ഇൻഫിനിറ്റി ആവുമ്പോ കറണ്ട് എപ്പോഴാ? 0 ആവുമ്പോ. ഈ 3 കണ്ടീഷനിലാണ് എന്ത്? ഇ എം എഫും ടെർമിനൽ പീഡിയും എന്താവണേ? ഈക്വൽ ആവണേ. അത് മറക്കല്ലേ കേട്ടാ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ. ഇനി എൻ സെൽസ് ഡിഫറെന്റ് ഇ എം എഫ് ആണ്. എൻ സെൽസ് ഓഫ് ഡിഫറെന്റ് ഇ എം എഫ്. നമ്മൾ നേരത്തെ സെയിം ഇ എഫ് നോക്കി. എൻ സെൽസ് ഓഫ് ഡിഫറെന്റ് ഇ എം എഫ് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഇ എം എഫ് എന്തായിരിക്കും? ഈ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇ എം എഫിന്റെ സമ്മാണ്. E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര En. അങ്ങനെ nth സെല്ലിന്റെ ഇ എം എഫ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യണത് എന്താ? എല്ലാ സെൽസും എങ്ങനെയാ? എയ്ഡിങ് രീതിയിൽ കണക്ട് ചെയ്തു എന്നാ. മനസ്സിലായോ? എയ്ഡ് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ്, അതായത് പ്ലസ് മൈനസ് അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കേസ് പറയണത്. ഇത് E1, ഇത് E2, ഇത് E3, ഇത് E4. ഇതിൽ ഒരുത്തൻ തല തിരിഞ്ഞു നോക്കി. ഫോർ എക്സാമ്പിൾ E2 തല തിരിഞ്ഞു നോക്കി. അപ്പൊ കളി മാറി. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? E2 മാത്രം എന്ത് കൊടുക്കുക? ഒരു മൈനസ് സൈൻ കൊടുക്കുക. കാരണം എന്താ? E3 നെഗറ്റീവ് കണക്ട് ചെയ്യണം. അപ്പൊ E2 മാത്രം എന്താ? തല തിരിഞ്ഞേക്കും. അപ്പൊ ഇക്വാലന്റ് ഇ എം എഫ് ചോദിച്ചാൽ എന്താ ഫോർമുല? അപ്പോ ഈ ഇക്വാലന്റ് ഫോർമുല എന്താ വരിക? നോക്കാം. E1 മൈനസ് E2 ബാക്കിയുള്ളതൊക്കെ പ്ലസ്. ആ തല തിരിഞ്ഞ ആൾക്ക് മാത്രം നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് സൈൻ കൊടുത്തു. മനസ്സിലായോ? E2 മാത്രം എന്ത് രീതിയിലാണ് കിടക്കണേ? ഒപ്പോസിംഗ് ആ. അപ്പൊ E2ന്റെ ഇ എം എഫ് എന്ത് ചെയ്തു? നമ്മൾ കുറച്ചു ടോട്ടൽ ഇ എം എഫില്. ഇതാണ് എൻ സെൽസ് ഓഫ് ഡിഫറെന്റ് ഇ എം എഫ് കണക്റ്റഡ് ഇൻ സീരീസ്. പക്ഷെ ടോട്ടൽ റെസിസ്റ്റൻസിന് പ്രശ്നമില്ല. അത് അപ്പോഴും R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര Rനാണ്. കാരണം റെസിസ്റ്റൻസിന് എന്തില്ല? പൊളാരിറ്റി ഇല്ല. അത് ഓർത്തോളൂ. റെസിസ്റ്റൻസിന് എന്തില്ല? പൊളാരിറ്റി ഇല്ല എന്നുള്ളത് ഓർത്തോളൂ.
ഇനി സെൽസ് പാരലൽ ആവുമ്പോൾ പാരലൽ ആയ രണ്ട് കേസുള്ളൂ. വി ഈസ് ഈക്വൽ ടു കോമൺ പൊട്ടൻഷ്യലിന്റെ ഫോർമുലയാണ് E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് എന്ത് അത് ഇക്വാലന്റ് ഇ എം എഫിന്റെയും I ഇൻറ്റു R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് എന്ത് ടോട്ടൽ ഇ എം എഫിന്റെ ഇക്വേഷൻ, സോറി പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. എപ്പോ രണ്ട് സെൽസ് ഓഫ് ഡിഫറെന്റ് ഇ എം എഫ് ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ ആവുമ്പോൾ എന്താണ് ഡിഫറെന്റ് ഇ എം എഫും ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ല്, അതായത് രണ്ട് സെല്ലിന് ഇ എം എഫ് എന്താ E1 E2, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ R1 R2. അതായത് ഇതാണ് ഉദ്ദേശിച്ച ഫിഗർ. ഫസ്റ്റ് സെല്ല് ഇ എം എഫ് E1, ഇന്റേണൽ റെസിസ്റ്റൻസ് R1, അത് പാരലൽ ടു എന്താ സെക്കൻഡ് സെല്ല് ഇ എം എഫ് E2, ഇന്റേണൽ റെസിസ്റ്റൻസ് R2. അപ്പൊ ഇത് എന്ത് ഫോർമുല വെച്ചിട്ട് നമ്മൾ എഴുതിയേക്കണേ V ഈക്വൽ ടു E മൈനസ് IR എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ടാ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഡിഫറെന്റ് ഇ എം എഫും ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള സെല്ലിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വാലന്റ് ഇ എം എഫിന്റെ ഫോർമുല എന്താ E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താ, അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി, എന്താ R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ആദ്യം പറയാം, ഇവിടെ എന്താ സെൽസുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണു, ഇവിടെ എന്താ സെൽസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണു. എന്താ ഈ പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത? അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല മാഷ് നേരത്തെ പാരലൽ കോമ്പിനേഷൻ പറഞ്ഞല്ലോ, ആ പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ, എല്ലാ സെൽസിനും സെയിം ഇ എം എഫ് ആയിരുന്നു, സെയിം ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ ഡിഫറെന്റ് ഇ എം എഫും ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും ആണ്. അപ്പോൾ ടെർമിനൽ പീഡിയുടെ ഫോർമുല എന്താ V ഈക്വൽ ടു E മൈനസ് IR സ്റ്റാൻഡേർഡ് ഫോർമുല. അപ്പൊ V ഈക്വൽ ടു E എന്ന് പറഞ്ഞാൽ എന്താ E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താ ടോട്ടൽ റെസിസ്റ്റൻസ് ഫോർമുല R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ സെൽസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് ഇ എം എഫിന്റെ ഫോർമുല എന്താ E ഇക്വാലന്റ് ഇസ് ഈക്വൽ ടു എന്താ E1R1 പ്ലസ് E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താ R1R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. മറക്കരുത്. ഇത് എപ്പോഴാ യൂസ് ചെയ്യണ്ടേ? സെൽസുകളെ പാരലായിട്ട് കണക്ട് ചെയ്യണം എന്ന് മാത്രമല്ല, ഓരോ സെല്ലിനും ഡിഫറെന്റ് ഇ എം എഫും ഡിഫറെന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും വരുമ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യണം. പോസ്റ്റ് നെക്സ്റ്റ് V വേഴ്സസ് I ഗ്രാഫ് ഫോർ എ സെൽ ആണ്. V വേഴ്സസ് I ഗ്രാഫ് ഫോർ എ സെൽ. എക്സ് ആക്സിസിൽ I, Y ആക്സിസിൽ V. നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇതാണ് നമ്മുടെ എന്ത് റെസിസ്റ്റൻസ്. ഇതാണ് V വേഴ്സസ് I ഗ്രാഫ്. R ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു E ബൈ IB ആണ്. EMF ബൈ I ആണ്. ഇവിടെ രണ്ട് പോയിന്റ് മാഷ് മാർക്ക് ചെയ്യാണ്, എയും ബിയും രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്. R ഈക്വൽ ടു E ബൈ I. ഈ സാധാരണ I സഫിക്സ് B എന്ന് പറയാം, കാരണം B എന്ന് പറഞ്ഞ പോയിന്റിലെ കറണ്ട്. ശ്രദ്ധിക്കാം, ഈ അറ്റ് പോയിന്റ് എയിൽ എന്താ പ്രത്യേകത? വാട്ട് ഹാപ്പൻസ് അറ്റ് പോയിന്റ് എ? അറ്റ് പോയിന്റ് എ കറണ്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ടെർമിനൽ പി ഡി ഈക്വൽ ടു എന്താ EMF. നമുക്കറിയാം എന്തൊക്കെ കണ്ടീഷനിലാ EMFും ടെർമിനൽ പി ഡി ഈക്വൽ ആവണേ. ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആവുമ്പോൾ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവുമ്പോൾ കറണ്ട് 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ കറണ്ടാ. എക്സ് ആക്സിസിൽ കറണ്ട് 0 ആവുമ്പോൾ എന്താ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താ എ എന്ന് പറഞ്ഞ പോയിന്റില്ല, അതാണ് മാക്സിമം പൊട്ടൻഷ്യൽ. അത് ഈക്വൽ ടു എന്താ EMF ആണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്താ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്താ കുറഞ്ഞു വരും. അപ്പൊ ഈ ഗ്രാഫിന് എന്ത് സ്ലോപ്പാ? നെഗറ്റീവ് സ്ലോപ്പാണ്. ആ നെഗറ്റീവ് സ്ലോപ്പാണ് എന്ത് റെസിസ്റ്റൻസ്. R ഈക്വൽ ടു എന്താ E ബൈ IB. ഇന്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താ E ബൈ IB. ഇവിടെ E ബൈ I ആണ്. അതിന്റെ അർത്ഥം എന്താ IB എന്ന് എഴുതാൻ കാരണം B എന്ന് പറഞ്ഞ പോയിന്റിലത്തെ കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മാക്സിമം കറണ്ട് വന്നേക്കണേ. അത് ഓർത്തോളൂ. V വേഴ്സസ് I ഗ്രാഫ്. ഇപ്പൊ നമ്മൾ കുറെ ഗ്രാഫ് കണ്ടുട്ടാ. V വേഴ്സസ് I ഗ്രാഫ് കൺഫ്യൂഷൻ ആവല്ല മക്കളെ. നേരത്തെ കണ്ടത് എന്താ V വേഴ്സസ് R ഗ്രാഫ്. V വേഴ്സസ് R ഗ്രാഫ് ഇങ്ങനെയാണ്. അതിനു മുമ്പ് നമ്മൾ E വേഴ്സസ് R ഗ്രാഫ്, EMF വേഴ്സസ് റെസിസ്റ്റൻസ് ഗ്രാഫ് കണ്ടു. അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. EMF റെസിസ്റ്റൻസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
എന്നാൽ വി വേഴ്സസ് ആർ ഗ്രാഫിൽ എന്താ 3 പോയിന്റ്. എന്താ ഫസ്റ്റ് പോയിന്റ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആവുമ്പോൾ എന്താ നമുക്ക് എന്താ കിട്ടിയേ? വി ഈക്വൽ ടു എന്താ? ഇന്റർണൽ പി ഡി ഈക്വൽ ടു എത്രയാ? 0 ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആവുമ്പോൾ ഇന്റർണൽ പി ഡി ഈക്വൽ ടു ഇ എം എഫിന്റെ പകുതിയാണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ഇന്റർണൽ പി ഡി ഇ എം എഫ് ഈക്വൽ ആണ്. ആദ്യം പറയാം വി വേഴ്സസ് ആർ ഗ്രാഫ്. അതിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആവുമ്പോൾ എന്താ? ഇന്റർണൽ പി ഡി 0 ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആവുമ്പോൾ എന്താ? ഇന്റർണൽ പി ഡി ഈക്വൽ ടു ഇ എം എഫിന്റെ പകുതിയാണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താ? ഇന്റർണൽ പി ഡി ഈക്വൽ ടു ഇ എം എഫ് ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഗ്രാഫ് എന്താ? വി വേഴ്സസ് ഐ ഗ്രാഫ്. അവിടെ എന്താ പ്രത്യേകത? ഈ ഗ്രാഫിന് നെഗറ്റീവ് സ്ലോപ്പാ. ആ നെഗറ്റീവ് സ്ലോപ്പാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താ? ഇ എം എഫ് ബൈ കറണ്ട് ആണ്. മറക്കല്ലേ. അതിൽ കറണ്ട് 0 ആവുമ്പോൾ എന്താ? ഇന്റർണൽ പി ഡി ഈക്വൽ ടു ഇ എം എഫ് ആണ്. മറക്കല്ലേ കേട്ടോ. ഇനി നമ്മളൊരു കാര്യമുണ്ട്. ഇതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇതൊരു കറന്റ് ക്യാരിങ് ബി വേഴ്സസ് മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇപ്പൊ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ് ഇവിടെ കാണിച്ചാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ മനസ്സിലാക്കുക, അറ്റ് ദ സെന്റർ ഓഫ് ദ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇനി സർഫസ് വരെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേഡിയസ് ആണ്. സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആണ്. സർഫസിൽ നിന്ന് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/r ആണ്. ആദ്യം പറയാം, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 0. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്താ? സെന്റർ ഓഫ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ 0. കണ്ടക്ടർ 0. ഇനി സെന്ററിൽ നിന്ന് സർഫസ് വരെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് r ആണ്. ഇതിന്റെ റേഡിയസ്, ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ r ആണ് നോക്കി. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താ? ക്യാപിറ്റൽ ലെറ്റർ r. കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ സർഫസ് വരെ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷനിലാ. അപ്പൊ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവണേ? കണ്ടക്ടറിന്റെ സർഫസിൽ. എന്നാൽ സർഫസിനെ അവേ പോകുന്നതോറും ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/r. ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയാണ്. ആദ്യം ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ കറന്റ് ക്യാരിങ് വയറും മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ഗ്രാഫ്. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 0. സർഫസ് വരെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിൽ. സർഫസ് എത്താൻ പറയുമ്പോൾ റേഡിയസ് ആയി. അപ്പൊ ഏറ്റവും കൂടുതൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാ? സർഫസിൽ. ഇനി സർഫസിനെ അവേ പോകുന്നതോറും മാഗ്നറ്റിക് ഫീൽഡ് എന്താ? കുറയും. ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/r. ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/r. ഓർത്തോളൂ. സർഫസിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ? 0. ഇത് ഓർത്തോളൂ. ഇനി അടുത്ത് നമുക്കൊരു ചെറിയൊരു പോയിന്റ് ഉള്ളത്, ഈ കപ്പാസിറ്റേഴ്സിൽ ഒരു 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ശ്രദ്ധിക്കാം, C1 C2 2 കപ്പാസിറ്റേഴ്സ്. അതിന്റെ പൊട്ടൻഷ്യൽ V1 V2. ഓക്കെ, ഇത് ആദ്യം ഇവര് സെപ്പറേറ്റ് ആയിരുന്നു. സെപ്പറേറ്റ് ആവുമ്പോൾ ഇനീഷ്യൽ എനർജി എത്രയാ? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവരെ കമ്പൈൻ ചെയ്തു. അപ്പൊ അവരുടെ കോമൺ പൊട്ടൻഷ്യൽ, ഇത് 2 സെപ്പറേറ്റ് കപ്പാസിറ്റേഴ്സ് ആയിരുന്നു. ഇവരെ കമ്പൈൻ ചെയ്തപ്പോൾ അവരുടെ കോമൺ പൊട്ടൻഷ്യൽ എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് 2 കപ്പാസിറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമൺ പൊട്ടൻഷ്യൽ. തീരെ അല്ല ചോദിക്കുക, പ്രോബ്ലം ആണ് ചോദിക്കുക. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് C1 V സ്ക്വയർ പ്ലസ് ഹാഫ് C2 V സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ ആണ്. അത് മനസ്സിലാക്കണം കേട്ടോ. 2 കപ്പാസിറ്റേഴ്സിന് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ കോമൺ ആണ്. അതുകൊണ്ടാണ് V1 V2 എന്ന് എഴുതാൻ. അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി. ഹാഫ് ഇൻറ്റു C1 V1 പ്ലസ് C2 V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ആദ്യം 2 കപ്പാസിറ്റേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കണു. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ.
ഇനി അതിനെ കമ്പൈൻ ചെയ്യുമ്പോഴത്തെ കോമൺ പൊട്ടൻഷ്യൽ എന്താ? C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇപ്പോഴത്തെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്താ? ഹാഫ് C1V² പ്ലസ് ഹാഫ് C2V². ആ V ആണ് കോമൺ പൊട്ടൻഷ്യൽ, അതാണ് C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? ഹാഫ് C1V1 പ്ലസ് ഹാഫ് ഇൻറ്റു C1V1 പ്ലസ് C2V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതാണ് ഡെൽറ്റ യു. അതെങ്ങനെയാ വരിക? നമുക്ക് ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ, ഫൈനൽ ആൻസർ മാത്രമേ എഴുതുള്ളൂ, ഹാഫ് C1 C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് പോസിറ്റീവാ. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സിൽ എല്ലായ്പ്പോഴും ലോസ് ഇൻ എനർജി ഉണ്ടാവും. ലോസ് ഇൻ എനർജി ഓൾവേസ് വിൽ ഹാപ്പൺ. ഡെൽറ്റ യു ഈക്വൽ ടു എന്താ ഫോർമുല? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് C1 C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം എന്താ? ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. എന്താ കാരണം? കാരണം V1 ഗ്രേറ്റർ ദാൻ V2 ആണെങ്കിലും V2 ഗ്രേറ്റർ ദാൻ V1 ആണെങ്കിലും എന്താ പ്രശ്നം? എന്താ കാരണം? അവിടെ സ്ക്വയർ ഉള്ള കാരണം എന്താ? ദർ വിൽ ബി ഓൾവേസ് എന്താ? ലോസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പൊ എന്താ ഇവിടെ ഉണ്ടാവുക? രണ്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഓൾവേസ് ചാർജ് ഫ്ലോ ഹയർ പൊട്ടൻഷ്യൽ സൈഡ് ടു ലോവർ സൈഡ് പൊട്ടൻഷ്യൽ ടിൽ ദേ ആർ ഈക്വലൈസ്ഡ്. ദർ ഈസ് ഓൾവേസ് ലോസ് ഓഫ് എനർജി ആണ്. അതിന്റെ കാരണം എന്താ? ഹീറ്റ് ആണ്. ഇവിടെ എന്താ? എല്ലായ്പ്പോഴും ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പോസിറ്റീവ് ആവണേ. ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലായ്പ്പോഴും ലോസ് ഉണ്ടാവും. കാരണം ഈ ചാർജ് ഒരു വയറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. അപ്പൊ ആദ്യം പറയാം, കോമൺ പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്താ? രണ്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു C1V1 പ്ലസ് C2V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ലോസ് ഇൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് C1 C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓൾവേസ് പോസിറ്റീവ് ആണ്. കാരണം എന്താ? ദർ വിൽ ബി ഓൾവേസ് ലോസ് ഇൻ എനർജി ഡ്യൂ ടു എന്താ? ചാർജ്. അതിന്റെ റീസൺ എന്താ? ചാർജ് വയറിൽ കൂടെ പോകുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ എല്ലായ്പ്പോഴും ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ പോളാർ മോളിക്യൂൾസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എന്താ? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡു നോട്ട് കോയിൻസൈഡ്. ഡു നോട്ട് കോയിൻസൈഡ്. അപ്പൊ പോളാർ മോളിക്യൂളിൽ എന്താ പ്രത്യേകത? പോസിറ്റീവ് ചാർജിന്റെ നെഗറ്റീവ് ചാർജിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് ചെയ്യില്ല. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? HCl. എക്സാമ്പിൾ ഏതൊക്കെയാ? HCl, പിന്നെന്താ? H2O, പിന്നെ NH3. അങ്ങനെ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ. അതേപോലെ അടുത്ത ആൾക്കാരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. നോൺ പോളാർ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ വരിക? ഇൻ നോൺ പോളാർ മോളിക്യൂൾസ് center of non-polar molecules center of gravity of positive and negative charge do coincide. അതെന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. എവിടെ? നോൺ പോളാർ മോളിക്യൂളിൽ കോയിൻസൈഡ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് O2 ഓക്സിജൻ, N2 ഹൈഡ്രജൻ, CO2. ശ്രദ്ധിക്കുക, നോൺ പോളാറും പോളാറും എക്സാമ്പിൾ. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജസ്റ്റ് എന്താണ് പോളാർ, എന്താണ് നോൺ പോളാർ. പോളാർ സെൻട്രൽ ഗ്രാവിറ്റി കോയിൻസൈഡ് ചെയ്യില്ല. എക്സാമ്പിൾ HCl, H2O, NH3. നോൺ പോളാർ സെൻട്രൽ ഗ്രാവിറ്റി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്യും. എക്സാമ്പിൾ O2, N2, H2, CO2. ഇനി വെദർ polar or non-polar, whether polar or non-polar molecule, polar ആണെങ്കിലും നോൺ പോളാർ ആണെങ്കിലും എന്താണ്ടാവുക? എ ഡൈഇലക്ട്രിക്
എ ഡൈഇലക്ട്രിക് ഡെവലപ്സ് നെറ്റ് ഡൈപോൾ മൊമെന്റ് പോളർ ആണെങ്കിലും നോൺ പോളർ ആണെങ്കിലും എ ഡൈഇലക്ട്രിക് ഡെവലപ്സ് എന്താ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നോൺ പോളർ ആണെങ്കിലും പോളർ ആണെങ്കിലും എന്തുണ്ടാവും ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ. ശ്രദ്ധിക്കുക, ഹിയർ ദ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോള്യൂം, ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോള്യൂം ഈസ് കോൾഡ് പോളറൈസേഷൻ. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോള്യത്തിനെ വിളിക്കുന്ന പേരാണെന്ത് പോളറൈസേഷൻ. അത് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. പോളറൈസേഷൻ പി ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോള്യൂം, അതാണ് പോളറൈസേഷൻ പി. അപ്പൊ നോൺ പോളർ ആണെങ്കിലും പോളർ ആണെങ്കിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ എന്തുണ്ടാവും നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, കുറെ ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക്, ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള, ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡൈഇലക്ട്രിക് ആർ സബ്സ്റ്റൻസ് വിച്ച് എന്താ ഡൈഇലക്ട്രിക്കിന്റെ പ്രത്യേകത എന്താ, അത് ഇലക്ട്രിക് ഫീൽഡിനെ പെർമിറ്റ് ചെയ്യും പക്ഷെ ഇലക്ട്രിക് കറണ്ടിനെ എന്താവും സ്റ്റോപ്പ് ചെയ്യും. ഫോർ ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് പി ഈക്വൽ ടു ഇക്വേഷൻ ആണ് അപ്സിലോൺ സീറോ കൈ ആണ്. ഇതിനെ CHI കൈ, ഇതിന്റെ പേരാണ് ഇലക്ട്രിക്കൽ സസെപ്റ്റബിലിറ്റി. ഇലക്ട്രിക്കൽ സസെപ്റ്റബിലിറ്റി എന്നാണ് ഇതിനെ പറയാ. സസെപ്റ്റബിലിറ്റി. കൈ ഹാസ് നോ യൂണിറ്റ്, കൈക്ക് എന്തില്ല നോ യൂണിറ്റ് ഇല്ല. ഇനി അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാ, കൈ ഈക്വൽ ടു എന്താ, അയ്യോ ഇവിടെ ഒരു ഇ ഉണ്ട്, അപ്സിലോൺ സീറോ ഇ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു കൈ. അപ്പൊ കൈ ഈക്വൽ ടു എന്താ പി ബൈ അപ്സിലോൺ സീറോ ഇ. കൈ ഈക്വൽ ടു എന്താ ഇക്വേഷൻ, കൈ ഈക്വൽ ടു എന്താ പി ബൈ അപ്സിലോൺ സീറോ ഇ. പോളറൈസേഷൻ പി ഈക്വൽ ടു എന്താ അപ്സിലോൺ സീറോ ഇ ഇൻറ്റു കൈ. കൈ ഈക്വൽ ടു എന്താ ഫോർമുല പി ബൈ അപ്സിലോൺ സീറോ ഇ. ഇ എന്താ ഇലക്ട്രിക് ഫീൽഡ്, മറക്കല്ലേ. പി എന്താ പോളറൈസേഷൻ, അപ്സിലോൺ സീറോ എന്താ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, കൈ എന്താ ഇലക്ട്രിക്കൽ സസെപ്റ്റബിലിറ്റി, കൈക്ക് എന്താ നോ യൂണിറ്റ് ആണ്, പിന്നെ ഇ എന്താ ഇലക്ട്രിക് ഫീൽഡ്, മറക്കല്ലേ. ഇത് ആ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു മിസ് ചെയ്തൊരു ടോപ്പിക്കാണ്, പക്ഷെ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ്, അതും കൂടി ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രം. ഇനി നമുക്കറിയാം, നമുക്ക് കമ്മിങ് ബാക്ക് ടു കറണ്ട് ഇലക്ട്രിസിറ്റി, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R, ഇത് സെല്ല്, ഇവിടെ സെല്ലിന്റെ ഉള്ളിലെ കെമിക്കൽ കോമ്പോണൻസ് സെല്ലിന്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ടിനെ ചെറുതായിട്ട് ഒപ്പോസ് ചെയ്യും. അതാണ് എന്ത് ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ്, വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കെമിക്കൽ കോമ്പോണൻസ് വിത്തിൻ ദ സെൽ ഈസ് കോൾഡ് എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഈ സെല്ലിന്റെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R ആണ്, കറണ്ട് I ആണെങ്കിൽ എന്താ ഇവര് തമ്മിൽ റിലേഷൻ, വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കെമിക്കൽ കോമ്പോണൻസ് വിത്തിൻ ദ സെൽ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കണേ ഇന്റേണൽ റെസിസ്റ്റൻസ് വിളിക്കണേ. എന്താണ് ഇവർ തമ്മിൽ റിലേഷൻ, I ഈക്വൽ ടു E ബൈ R പ്ലസ് R. I എന്താ കറണ്ട്, E എന്താ EMF, R എന്താ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ R എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ്. മക്കളെ ഒരു കാര്യം മറക്കല്ലേ, E ഈക്വൽ ടു I ഇൻറ്റു R പ്ലസ് R. അപ്പൊ E ഈസ് ഈക്വൽ ടു എന്താ I ക്യാപിറ്റൽ ലെറ്റർ R പ്ലസ് I സ്മോൾ ലെറ്റർ R. ശ്രദ്ധിക്കുക, അതിൽ E എന്താ EMF, I ക്യാപിറ്റൽ ലെറ്റർ R എന്താ അതിന്റെ പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാലും വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാട്ടോ. I സ്മോൾ ലെറ്റർ ആറിന്റെ പേരെന്താ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ്. ഇപ്പൊ ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു സെല്ല്, ഇതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R, ഇതൊരു സെല്ലിന്റെ ഉള്ളിലത്തെ കുഞ്ഞ് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R,
പ്ലസ് മൈനസ് ഇത് സ്മോൾ ലെറ്റർ ആർ, ഇവിടെ നിന്ന് കറണ്ട് പുറപ്പെട്ടു, ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സപ്ലൈ ചെയ്ത ഇ എം എഫിന്റെ ഒരു ഭാഗം എവിടെയാ കൺസ്യൂം ആവണേ? സെല്ലിന്റെ ടെർമിനൽസിന് പുറത്ത്. ഒരു ഭാഗം എവിടെയാണ് കൺസ്യൂം ആവണേ? സെല്ലിന്റെ ടെർമിനൽസിന് പുറത്ത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കണേ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. എവിടെയൊക്കെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എവിടെയൊക്കെ കറണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുമുട്ടിയോ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. കറണ്ട് എവിടെയാ റെസിസ്റ്റൻസിനെ കണ്ടുമുട്ടണേ? സെല്ലിന്റെ ടെർമിനലിന് പുറത്ത്, അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. പിന്നെ സെല്ലിന്റെ ടെർമിനൽസിന്റെ അകത്ത്, അതായത് ബാറ്ററിയുടെ ഉള്ളിലും കറണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുമുട്ടുണ്ട്. കാരണം അതെന്താ? ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പാ. അത് കുഞ്ഞിതാ, കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോളാ. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലാന്ന് വെക്കി, അപ്പൊ ഇ എം എഫ് എന്ന് പറയണതും ടെർമിനൽ പി ഡി ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് രണ്ടും ഒന്നാ. അപ്പൊ ഇ എം എഫ് ഈക്വൽ ടു ടെർമിനൽ പി ഡി അണ്ടർ വാട്ട് കണ്ടീഷൻ? വെൻ ഇന്റേണൽ റെസിസ്റ്റൻസ് 0. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സർക്യൂട്ടിനും എന്തുണ്ടാവും? കുറച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ശ്രദ്ധിക്കും, ഞാൻ സാധാരണ കുട്ടികളോട് എക്സാമ്പിൾ പറയും. ഞാൻ ഒരു ഫ്രൂട്ട്സ് കടയിൽ തൊഴിലാളിയാണ്. എൻ്റെ മുതലാളി എനിക്ക് 100 ആപ്പിൾ തന്നു നാട്ടുകാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. ആ മുതലാളി തരുന്ന 100 ആപ്പിളാണ് ഇ എം എഫ്. എന്നാ എനിക്ക് വിശപ്പുണ്ട്. ആ വിശപ്പ് കാരണം അതിൽ നിന്ന് 3 ആപ്പിൾ ഞാൻ തിന്നു. ഞാൻ എൻ്റെ സെല്ലിനകത്ത് കൺസ്യൂം ചെയ്യുന്നതാണ് ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ ഞാൻ നാട്ടുകാർക്ക് കൊടുത്ത ആപ്പിൾ എത്രയാ? 97. അപ്പൊ അതില് 100 ആപ്പിൾ മുതലാളി എനിക്ക് ആദ്യമായി തന്ന 100 ആപ്പിൾ എന്താ? ഇ എം എഫ്. ഞാൻ തിന്നത് എന്താ? ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ്. ഞാൻ നാട്ടുകാർക്ക് കൊടുത്തത് എന്താ? ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ലാന്ന് വെക്കി, അപ്പൊ എന്റെ മുതലാളി എനിക്ക് തന്ന ആപ്പിൾ എന്താ? ഇ എം എഫ് 100 വോൾട്ട്. ഞാൻ നാട്ടുകാർക്ക് കൊടുത്തതും 100 വോൾട്ട്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാ ഇ എം എഫ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഇത് ഓർത്തോളൂട്ടാ. ഇനി 2 കാര്യം എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേസ് എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഐ ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ, ഇ ഈക്വൽ ടു എന്താ? ഐ ഇൻറ്റു ആർ പ്ലസ് ആർ, ഇ ഈക്വൽ ടു എന്താ? ഐ ക്യാപിറ്റൽ ലെറ്റർ ആർ പ്ലസ് ഐ സ്മോൾ ലെറ്റർ ആർ. ഈ ഐ ക്യാപിറ്റൽ ലെറ്റർ ആർ ആരാ? വി ആണ് ഓംസ് ലോ പ്രകാരം. അപ്പൊ ഇ ഈക്വൽ ടു വി പ്ലസ് ഐ ആർ. അപ്പൊ ടെർമിനൽ പി ഡി വി ഈസ് ഈക്വൽ ടു എന്താ? ഇ മൈനസ് ഐ ആർ. ടെർമിനൽ പി ഡി വി ഈക്വൽ ടു എന്താ? ഇ മൈനസ് ഐ ആർ. ഇതാണ് എപ്പോ? സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. പക്ഷെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്പെഷ്യൽ പ്രോബ്ലം പറയുന്നുണ്ട്. സെല്ല് ചാർജ് ചെയ്യണ കേസിൽ ടെർമിനൽ പി ഡി ഇ പ്ലസ് ഐ ആർ ആണ്. എപ്പോ? സെല്ല് ചാർജ് ആവണ കേസിൽ. ഇതൊരു സ്പെഷ്യൽ കേസാണ് ഈ സെല്ല് ചാർജ് ആവണ കേസിൽ. അത് ഓർത്തോളൂ. സെല്ല് ഡിസ്ചാർജ് ആവണ കേസ് വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഈ വി എന്താ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഇ എന്താ? ഇ എം എഫ്. ശ്രദ്ധിക്കുക, ഇ എം എഫിന്റെ ഒരു ഇക്വേഷൻ ഓർത്തോളൂ. ഇ എം എഫ് ഈക്വൽ ടു എന്താ? വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. ഇ എം എഫ് എന്താ? വർക്ക് ഡൺ ബൈ ചാർജ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ വരാ? ജൂൾ പെർ കുളൂംബ് അല്ലെങ്കിൽ എന്താ? വോൾട്ട്. മറക്കല്ലേ, ജൂൾ പെർ കുളൂംബ് അല്ലെങ്കിൽ കുളൂം അല്ലെങ്കിൽ വോൾട്ട്. സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ, സെല്ല് ചാർജ് ചെയ്യുമ്പോൾ വി ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ. ഇനി നമ്മൾ ഓംസ് ലോ കണ്ടു. ഇനി അടുത്ത ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോ അത്ര വെടുപ്പുള്ള ലോ ഒന്നല്ല. ഫസ്റ്റ് അതിന്റെ റീസൺ നമ്പർ 1, ഇതിനെ ഇങ്ങനെയും പറയും, വൈ ഓംസ് ലോ ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. എന്താ? വൈ ഓംസ് ലോ ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. അതിന്റെ റീസൺ നമ്പർ 1, അറ്റ് ഹൈ വോൾട്ടേജ് കറണ്ട് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഹൈ വോൾട്ടേജിൽ കറണ്ട് എന്തല്ല? നോട്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഇതാണ് റീസൺ നമ്പർ 1. ഇതിന്റെ റീസൺ എന്താ വെച്ചാല്, ഇങ്ങോട്ട് നോക്കുക, ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്. ഹൈ വോൾട്ടേജ് എത്തുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ഓംസ് ലോന്റെ ഗ്രാഫ് ഇങ്ങനെയാ പോണ്ടേ. പക്ഷെ ആക്ച്വൽ ഗ്രാഫ് എങ്ങനെയാ പോണേ? ഇങ്ങനെയാ പോണേ. എക്സ്പെക്റ്റഡ് ഗ്രാഫ് പോലെയാണോ ആക്ച്വൽ ഗ്രാഫ് കിട്ടണേ? അല്ല, കറണ്ടിൽ ഷാർപ്പ് ഇൻക്രീസ് ആ. വോൾട്ടേജിനനുസരിച്ച് കറണ്ട് കൂടണം എന്നാ ഓംസ് ലോ പറഞ്ഞാണ്. പക്ഷെ ഹൈ വോൾട്ടേജ് കറണ്ട് തൊള്ളയെ തോന്നിയാണ് ഇൻക്രീസ് ചെയ്യണേ. അവനാന്റെ പാട് നോക്കി പോവാണ് കറണ്ട്.
അപ്പോൾ ഓംസ് ലോ യൂണിവേഴ്സൽ ലോ ആണോ? അല്ല. ഹൈ വോൾട്ടേജിൽ ഓംസ് ലോ വാലിഡ് അല്ല. സെക്കൻഡ് ആളാണ് ഗാലിയം ആർസനൈഡ്. ഗാലിയം ആർസനൈഡ്. ഈ ഗാലിയം ആർസനൈഡിന് ചടച്ച സ്വഭാവം. നമ്മൾ സാധാരണ ഈ തൃശ്ശൂർ പറയും ചടച്ച സ്വഭാവം. അവന്റെ ഒരു ചടച്ച സ്വഭാവമാണ്. അതെന്താ വെച്ചാല് തുടക്കം കറണ്ട് നോൺ ലീനിയർ ആയിട്ട്, തുടക്കം കറണ്ടേ നോൺ ലീനിയർ റീജിയൻ, അതായത് ഓംസ് ലോ ശരിക്കും ലീനിയർ റീജിയൻ, ലീനിയർ ഗ്രാഫാണ്. അതിന്റെ അർത്ഥം എന്താ? വോൾട്ടേജിനനുസരിച്ച് വേണം കറണ്ട് കൂടാൻ. പക്ഷെ ഗാലിയം ആർസനൈഡിന്റെ തുടക്കം കറണ്ട് കൂടുന്നുണ്ട്, പക്ഷെ വോൾട്ടേജിനനുസരിച്ചല്ല കറണ്ട് കൂടണം. അത് പോട്ടെ, പിന്നെയും നമുക്ക് ക്ഷമിക്കാം. രണ്ടാമത്തെ റീജിയനെ ഒരു ജാതി ചടച്ച സ്വഭാവ. അതായത് വോൾട്ടേജ് കൂടുമ്പോ കറണ്ട് കുറയുക ചെയ്യണേ. അത് എക്സാക്ട് ഓപ്പോസിറ്റ് ഓംസ് ലോയാ. അപ്പൊ അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. എന്ത് റീജിയൻ? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. +2 ഫിസിക്സിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരേ ഒരാള് ഗാലിയം ആർസനൈഡാ. +2 ഫിസിക്സിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരേ ഒരാൾ ഗാലിയം ആർസനൈഡാ. അപ്പൊ ഗാലിയം ആർസനൈഡിന്റെ ഗ്രാഫ് കണ്ടപ്പോ മനസ്സിലായി ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന ആളല്ല. അപ്പൊ ഓംസ് ലോ യൂണിവേഴ്സൽ ലോ ആണോ? യൂണിവേഴ്സൽ ലോ ആണെങ്കിൽ എല്ലാ കണ്ടീഷനിലും ആ ലോ ഒബേ ആവണം. പക്ഷെ ഇത് ഗാലിയം ആർസനൈഡ് ഒബേ ചെയ്യണ്ട, ഇല്ല. മൂന്നാമത്തെ ആളാണ് ഡയോഡ്. ഇത് ശരിക്കും നിങ്ങൾ പഠിക്കുക 14ാമത്തെ ചാപ്റ്ററിലാ. ഡയോഡിനും ഒരു പ്രത്യേക സ്വഭാവ. വോൾട്ടേജ് കറണ്ട്, വോൾട്ടേജ് 0.2 ആയി, കറണ്ടിനെ കാണാനില്ല. വോൾട്ടേജ് 0.4 ആയി, കറണ്ടിനെ കാണാനില്ല. വോൾട്ടേജ് 0.6 എത്തിയപ്പോഴേ ആര് കാണാനുള്ളൂ? കറണ്ടിനെ കാണാനുള്ളൂ. വോൾട്ടേജ് എത്ര ആയപ്പോഴേ കറണ്ടിനെ കാണാനുള്ളൂ? 0.6 വോൾട്ട് എത്തിയപ്പോഴേ ആര് കാണാനുള്ളൂ? കറണ്ടിനെ കാണാനുള്ളൂ. അപ്പോ ഇന്ന ഡയോഡ് up to 0.6 volt, even though we increase current, even though we increase voltage, current is not increased. മനസ്സിലായി? അപ്പൊ ഡയോഡിനെയും ഗാലിയം ആർസനൈഡിനെയും ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോൺ ഓമിക് ഡിവൈസ്. ഡയോഡും ഗാലിയം ആർസനൈഡും ആരാ? നോൺ ഓമിക് ഡിവൈസ്. അതറിയോ? നോൺ ഓമിക് ഡിവൈസ് ഓംസ് ലോ ഒബേ ചെയ്യാൻ സൗകര്യമില്ലാത്ത ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ഓമിക് ഡിവൈസ്. ഇനി ഒരു കാര്യം കൂടി ഇപ്പൊ പറയാണ്, ഏത് വോൾട്ടേജിലാണോ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത് ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ്, കട്ടിൻ വോൾട്ടേജ്. അതിവിടെ എത്രയാ? 0.6 വോൾട്ട് ആണ്. ഏത് വോൾട്ടേജിലാണോ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്, അതായത് കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങുന്നത്, ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ്. 0.6 ആണത്. ഇപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഓംസ് ലോ എന്തല്ല? യൂണിവേഴ്സൽ ലോ അല്ല. ഇനി അടുത്തത് എന്താ ചെയ്യാം? റെസിസ്റ്റൻസ് at any given temperature is equal to resistance at any reference temperature into 1 plus alpha into t minus d0. RT എന്താ? റെസിസ്റ്റൻസ് അറ്റ് എനി ഗിവൻ ടെമ്പറേച്ചർ. ഒരു ഗിവൻ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ് RT. ഗിവൻ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് അറ്റ് എനി ഗിവൻ ടെമ്പറേച്ചർ ആണ് RT. R0 എന്താ? റെസിസ്റ്റൻസ് അറ്റ് എനി റഫറൻസ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് അറ്റ് എനി റഫറൻസ് ടെമ്പറേച്ചർ ആണ് ആര്? R0. അതും മറക്കല്ലേ. T എന്താ? ഗിവൻ ടെമ്പറേച്ചർ. T0 എന്താ? റഫറൻസ് ടെമ്പറേച്ചർ. എപ്പോഴും റഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ ലോ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുക, ലോവർ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കുക. ഇപ്പൊ 2 ടെമ്പറേച്ചർ ഉണ്ട്, 0 ഡിഗ്രി 100 ഡിഗ്രി. അതിൽ റഫറൻസ് ടെമ്പറേച്ചർ ആരായിരിക്കും? നമ്മുടെ 0 ഡിഗ്രി ആണ്. ആ 0 ഡിഗ്രിയിലെ റെസിസ്റ്റൻസ് ആണ് എന്ത്? R0. ഇനി 100 ഡിഗ്രിയിലെ റെസിസ്റ്റൻസ് തന്നിട്ട് ആ 100 ഡിഗ്രി ആരാ? T. അവിടുത്തെ റെസിസ്റ്റൻസ് ആരാ? RT. ഇതിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാ. ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് മറക്കല്ലേ മക്കളെ. അതിന്റെ യൂണിറ്റ്, ആൽഫയുടെ യൂണിറ്റ് 1/°C ആണ്, അല്ലെങ്കിൽ 1/Kelvin ആണ്. ആരുടെ യൂണിറ്റ്? ആൽഫയുടെ യൂണിറ്റ് 1/°C അല്ലെങ്കിൽ 1/Kelvin ആണ്. ആരുടെ യൂണിറ്റ്? ആൽഫയുടെ യൂണിറ്റ്. അതും മറക്കല്ലേ. ഇനി അടുത്തത്
റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു എന്താ എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യമുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവും. റെസിസ്റ്റിവിറ്റി റോ ആൻഡ് ടെമ്പറേച്ചർ ടി ഇൻ മെറ്റൽസ്. അതെന്തിലാണ്? മെറ്റൽസിലാണ് ആദ്യത്തെ കേസ്. നമുക്ക് നോക്കാം. മെറ്റൽസിൽ എന്താ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ടി മുകളിലേക്ക് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി ഓഫ് ചാർജ് കാരിയസ് എന്താ, അതും കൂടും. എനർജി ഓഫ് ചാർജ് കാരിയസും കൂടും. അപ്പോൾ എന്ത് കൂടും? കൊളീഷൻസ് കൂടും. കൊളീഷൻസ് കൂടുമ്പോൾ ഈ എനർജി കൂടുമ്പോൾ ചാർജ് കാരിയസ് എപ്പോഴും ഇടി നടക്കും. കൊളീഷൻസ് കൂടുമ്പോൾ രണ്ട് അടുത്തടുത്ത ഇടികൾക്കിടയിൽ നഷ്ടപ്പെട്ട സമയമാണ് റിലാക്സേഷൻ ടൈം. അതിന്റെ ആവറേജ് റിലാക്സേഷൻ ടൈം ടോ. അപ്പോൾ ഈ പെട്ടെന്ന് കൊളീഷൻ നടക്കുമ്പോൾ കൊളീഷന്റെ ഇടയിൽ നഷ്ടപ്പെട്ട ടൈം ടോ എന്താവും? കുറയും. അപ്പൊ ടോ കുറയുമ്പോൾ റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ ഇക്വേഷനില് ടോ കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ? കൂടും. അപ്പൊ ഇൻ ഇഫക്റ്റ് നമ്മുടെ കൺക്ലൂഷൻ എന്താ? റെസിസ്റ്റിവിറ്റി കൂടും. ഇത് മാഷ് എക്സ്പ്ലെയിൻ ചെയ്തു. ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൺക്ലൂഷൻ എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടും. ആരുടെ കേസില്? മെറ്റൽസിന്റെ കേസില് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ടെമ്പറേച്ചർ, ഇത് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഇതാണ് NCERT ബുക്കിൽ കൊടുത്തേക്കുന്ന ഗ്രാഫ്. ഇത് ആരുടെ ഗ്രാഫ് എന്ന് പറയും? കോപ്പറിന്റെ ഗ്രാഫ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. കോപ്പർ കൊണ്ട് റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കാൻ പാടില്ല. കാരണം കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ഹാഫ് എന്താ? റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഹാസ് എന്താ? കോപ്പർ ഹാസ് സ്ട്രോങ് ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. സ്ട്രോങ് ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. So copper is not used for making resistance wires. So copper is not used for making resistance wires. അപ്പൊ റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കാൻ നമ്മൾ ആരെയും യൂസ് ചെയ്യരുത്? കോപ്പറിനെ യൂസ് ചെയ്യരുത് റെസിസ്റ്റൻസ് വയർസ്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി മാറാണ്. അപ്പോ നമ്മുടെ തൃശ്ശൂര് 40 ഡിഗ്രി ചൂടിലുള്ള ഗ്രാഫ് അല്ല, ഓംസിലോന്റെ ഗ്രാഫ് അല്ല. ഊട്ടി ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ഉണ്ട്, ഭയങ്കര തണവാ, 0 ഡിഗ്രിയിൽ. അവിടത്തെ ഗ്രാഫ് ഇവിടത്തെ ഗ്രാഫ് രണ്ടാവും. എന്തുകൊണ്ട്? കോപ്പർ കൊണ്ട് റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കിയ. അപ്പൊ പകരം നമ്മൾ ആര് ചൂസ് ചെയ്യണമെന്ന് അറിയോ? അലോയ്സ്. ആരാ അലോയ്സ്? നിക്രോം, കോൺസ്റ്റന്റാൻ, മാംഗനിൻ എന്നൊക്കെ പറയാ. ഇവിടെ എന്താ പ്രത്യേകിച്ചാലേ, ഈ നിക്രോമിന്റെ പ്രത്യേകിച്ച ടെമ്പറേച്ചർ 0 കെൽവിൻ തൊട്ട് 800 കെൽവിൻ വരെ നിങ്ങൾ കൂട്ടി നോക്കി. റെസിസ്റ്റിവിറ്റിയിലെ ചേഞ്ച് എത്ര? വെറും 1.1 1.2 അത് വലിയ ചേഞ്ച് ആണോ അതോ നെഗ്ലിജിബിൾ ചേഞ്ച് ആണോ? നിസ്സാരം. ടെമ്പറേച്ചർ ഇത്രയും മാറിയിട്ടും റെസിസ്റ്റിവിറ്റിയിൽ വലിയ മാറ്റമൊന്നുമില്ല. ആരുടെ കേസിൽ? നിക്രോം. അപ്പൊ നമ്മൾ ആരെ കൊണ്ട് റെസിസ്റ്റൻസ് വയേഴ്സ് ഉണ്ടാക്കണ്ടേ? അലോയ്സ്. എക്സാമ്പിൾ നിക്രോം, കോൺസ്റ്റന്റ്, മംഗാനിൻ. അതിൽ NCERT ഗ്രാഫ് ആരുടെ? നിക്രോമിന്റെ. ഇനി അടുത്ത ആരാ? അടുത്ത എന്താ വെച്ചാ റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ. ആരുടെ കേസിലാ? മെറ്റൽസിലും സെമി കണ്ടക്ടേഴ്സിലും. വേഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ കൺഫ്യൂഷൻ വരണ്ട. റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ ആരുടെ കേസില്? മെറ്റൽസ് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് എന്താ? ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും. ഇൻസുലേറ്ററും സെമി കണ്ടക്ടറിൽ എന്താ വിശേഷം? ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സിൽ എന്താണ് വിശേഷം നോക്കാം. ഇവിടെ എന്താ പ്രത്യേകിച്ചാലേ, റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ശ്രദ്ധിക്കാം, ഇവിടെയും ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ. റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പൊ ടെമ്പറേച്ചർ കൂടി, അപ്പൊ എന്ത് കൂടി? എനർജി കൂടി. എനർജി കൂടിയപ്പോ എന്ത് കൂടി? കൊളീഷൻ കൂടി. ടക്ക ഇടിയോടിടി അടി കൂട്ടടി. കൊളീഷൻസ് കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം, ആവറേജ് റിലാക്സേഷൻ ടൈം ടോ കുറഞ്ഞു. ഇവിടം വരെ മെറ്റല് പോലെ തന്നെയാ ഇൻസുലേറ്ററിലും സെമി കണ്ടക്ടറിലും. ഇനിയാണ് വ്യത്യാസം. ഈ ഇൻസുലേറ്റേഴ്സിൽ സെമി കണ്ടക്ടേഴ്സിലെ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയം ഉണ്ട്, സ്മോൾ ലെറ്റർ n. അതിലൊരു ജാതി ഇൻക്രീസ് ആ.
അപ്പൊ നിങ്ങക്ക് മനസ്സിലായ ടോ കുറയുണ്ട് മെറ്റൽസിലെ പോലെ തന്നെ. പക്ഷെ ഇൻസുലേറ്റേഴ്സിൽ സെമി കണ്ടക്ടേഴ്സിൽ എന്താ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയത്തിൽ ഭയങ്കര ഇൻക്രീസാ. അപ്പൊ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്താ ഉണ്ടായേ? റെസിസ്റ്റിവിറ്റി കുറഞ്ഞു. ആരുടെ കേസില് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു. ആരുടെ കേസില്? ഇൻസുലേറ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും. മക്കളെ ഇത് ഓർത്തോളോ പഠിച്ചോളോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻസുലേറ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും ഇങ്ങനെയാണ് നടക്കണത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുക. ഇത് ഓർത്ത് വെച്ചോളൂ. ഇനി അടുത്തത് KCL ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാ. കിർച്ചോഫ് കറണ്ട് ലോ. അതിന്റെ വേറെ പേരാണ് ജംഗ്ഷൻ റൂള്. എന്താണ് ജംഗ്ഷൻ റൂള്? കിർച്ചോഫ് കറണ്ട് ലോ എന്നിട്ട് പറയണേ ഒന്നുമില്ല. വരണ കറണ്ട് ഈക്വൽ ടു പോണ കറണ്ട് ലോ കഴിഞ്ഞു. എന്താണ്? അറ്റനി ജംഗ്ഷൻ വരണ കറണ്ട് ഈക്വൽ ടു പോണ കറണ്ട് ലോ കഴിഞ്ഞു. ഇത്ര ഉള്ള കാര്യം. ഇൻകമിങ് കറണ്ട് ജംഗ്ഷനിലേക്ക് ആരാ? I1 I2. പോണതാരാ? I3 I4 I5. അപ്പൊ കിർച്ചോഫ് കറണ്ട് ലോ എന്താ പറയണേ? സം ഓഫ് ടോട്ടൽ ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. എന്താണ്? ദ ടോട്ടൽ ഇൻകമിങ് കറണ്ട് ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്താ? ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പൊ I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. അതിന്റെ മലയാളം എന്താ? ആൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. എന്താണ്? ആൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. എന്താ എഴുതാം? ആൾജിബ്രായിക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. ഇത് അതുപോലെ എഴുതി വെച്ചോളൂടാ. അത്ര ഇമ്പോർട്ടന്റാ. ഇതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാഷ് ഒന്ന് സിമ്പിൾ ആക്കി പറയാൻ പറ്റും. അവർക്കുള്ള മറുപടിയാണ് ദ ടോട്ടൽ ഇൻകമിംഗ് കറന്റ് ടു എ ജംഗ്ഷൻ. ദ ടോട്ടൽ ഇൻകമിംഗ് കറന്റ് ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. ഒരു ജംഗ്ഷനിലേക്ക് വരണ കറണ്ട് ഈസ് ഈക്വൽ ടു ജംഗ്ഷനിൽ നിന്ന് പോണ കറണ്ട്. ഇത്ര ഉള്ള കാര്യം. മക്കളെ മറക്കരുത്. കിർച്ചോഫ് കറണ്ട് ലോ ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റാ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കിർച്ചോഫ് കറണ്ട് ലോ ഫോളോ ചെയ്യണത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ അടുത്ത ലോ എന്താ? KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ. പ്രോബ്ലം ചോദിക്കും. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്നിട്ട് പറയണേ സിഗ്മ R ഈക്വൽ ടു സിഗ്മ E. അതിന്റെ അർത്ഥം ഒന്നുമില്ല. I × R എനിക്കറിയാം. എപ്പോ കറണ്ട് റെസിസ്റ്റൻസിന് കണ്ടുമുട്ടിയ അത് വോൾട്ടേജാ. അപ്പൊ സിഗ്മ V ഈസ് ഈക്വൽ ടു എന്താ? സിഗ്മ E. അപ്പൊ എന്താ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയണേ? എന്താ പറയണേ? ദ സം ഓഫ്, അല്ലെ സിഗ്മ എന്ന് പറഞ്ഞ സം ഓഫ് ആണ്. I പ്ലസ് R ആണോ I × R ആണോ? I × R. അപ്പൊ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ആരാ? സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് EMF ഓഫ് ദ ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് EMF ഓഫ് ദ ലൂപ്പ്. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് EMF ഓഫ് ദ ലൂപ്പ്. അപ്പൊ അതിന്റെ വേറെ രീതിയിൽ പറയാം. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ടു സം ഓഫ് EMF. ചിലർക്ക് ഈ ഡെഫിനിഷൻ ഇഷ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വേറെ ഡെഫിനിഷൻ. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു സം ഓഫ് EMF. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ലൂപ്പ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് EMF. അപ്പൊ എല്ലാവരും തൃപ്തിപ്പെടുത്തി. ഈക്വൽ ടു സം ഓഫ് EMF. അപ്പൊ ചിലർ പറയും സാറേ കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ കറണ്ട് ലോ ഫോളോസ് ലോ കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ വോൾട്ടേജ് ലോ എന്താ ഫോളോ ചെയ്യണേ? ഇതിനെ വോൾട്ടേജ് ലോനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റൂള്. ഇതെന്താ ഫോളോ ചെയ്യണേ? കിർച്ചോഫ് വോൾട്ടേജ് ലോ ഫോളോസ് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഫോളോ ചെയ്യണത്. കിർച്ചോഫ് ലൂപ്പ് റൂൾ ഫോളോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
എനർജി. കറണ്ട് ലോ ഫോളോസ് ലോ കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊരു ചെറിയൊരു സർക്യൂട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇതൊരു സെല്ല്, ഇതൊരു റെസിസ്റ്റൻസ് R, ഇത് അടുത്ത സെല്ല്, ഇവിടെ വേറെ റെസിസ്റ്റൻസ്, ഇവിടെ വേറെ റെസിസ്റ്റൻസ്. അപ്പൊ പ്ലസ് മൈനസ് ഇത് R, മൈനസ് പ്ലസ് ഇത് R, ഇത് R, ഇത് R1, ഇത് R2, ഇത് R3, ഇത് E1, ഇത് E2. അപ്പൊ സർക്യൂട്ട് ഇതെന്താ, കറണ്ട് പുറപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് എപ്പോ റെസിസ്റ്റൻസിനെ കണ്ടുമുട്ടിയാലും വോൾട്ടേജ് ഡ്രോപ്പാ. അപ്പൊ കറണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുമുട്ടി വോൾട്ടേജ് ഡ്രോപ്പ് IR1. ആ കറണ്ട് പോയി ഇതേ അടുത്ത റെസിസ്റ്റർ കണ്ടുമുട്ടി IR2. അപ്പൊ ചില കുട്ടികൾക്ക് തോന്നും, സാറേ ഇവിടെ രണ്ട് സെല്ലില്ലേ, അപ്പൊ രണ്ട് കറണ്ട് ഉണ്ടാ? ഇല്ലില്ല, കാരണം ഇത് സീരീസ് കോമ്പിനേഷനാ. ഒറ്റ പാത്ത് ഒറ്റ കറണ്ട്. ഞാൻ പറഞ്ഞത് സീരീസ് കോമ്പിനേഷനിൽ ഒറ്റ പാത്ത് ഒറ്റ കറണ്ട്. അപ്പൊ IR1 പ്ലസ് IR2. വീണ്ടും കറണ്ട് റെസിസ്റ്റൻസിന് കണ്ടുമുട്ടി IR3. അപ്പൊ ഇതെന്താ, വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മ്. കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പാ. അപ്പൊ അതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മ് ഈസ് ഈക്വൽ ടു എന്താ, EMFന്റെ സമ്മ് E1 പ്ലസ് E2. ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് സെൽസിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒരു സെല്ലിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ നെഗറ്റീവ് അടുത്ത സെല്ലിന്റെ പോസിറ്റീവിലോട്ടാണെങ്കിൽ എയ്ഡിങ് എന്ന് പറയും. അപ്പൊ എയ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു സെല്ലിന്റെ വോൾട്ടേജ് 1.5, അടുത്ത സെല്ലിന്റെ വോൾട്ടേജ് 1.5. അപ്പൊ എയ്ഡിങ് കോമ്പിനേഷൻ ആണെങ്കിൽ ടോട്ടൽ EMF എന്താ, E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 1.5 ഈസ് ഈക്വൽ ടു 3 വോൾട്ടാ. ഇതാണ് എയ്ഡിങ്. അപ്പൊ വോൾട്ടേജ് കൂടുക. ഇനി വേറെ കണക്ഷൻ ഉണ്ട്, ഒപ്പോസിങ്. പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്. അപ്പൊ ഇത് 1.5, ഇത് 1.5 ആണെങ്കിലോ ടോട്ടൽ EMF എന്തായിരിക്കും, 1.5 മൈനസ് 1.5 ഈസ് ഈക്വൽ ടു 0 ആണ്. അത് ഓർത്തോളൂ. ഇത് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ മോള് റിമോട്ടില് ബാറ്ററി മേടിച്ച് മാറ്റിയിട്ടു. അവള് പറഞ്ഞു, പപ്പ ബാറ്ററി മാറ്റിയിട്ട് റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം, അവൾ ഇങ്ങനെ കണക്ട് ചെയ്താണ്. എങ്ങനെ, ഒപ്പോസിങ് രീതിയില്. ഇത് രണ്ട് ഈക്വൽ പൊട്ടൻഷ്യൽ ആണ്. ഇനി ഈക്വൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരാള് 2.5ഉം മറ്റേ ആള് 1.5 വോൾട്ട് ആണെങ്കിൽ ഇനി ഇഫക്റ്റ് എത്ര വരും, 2.5 മൈനസ് 1.5 ഈസ് ഈക്വൽ ടു 1 വോൾട്ടേ കിട്ടുള്ളൂ. എന്ത് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒപ്പോസിങ് രീതിയിൽ. ഇനിയിപ്പോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ ഒരു സെല്ല് കണക്ട് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ അടുത്ത സെൽസ്, ഇവിടെ അടുത്ത റെസിസ്റ്റർ, ഇവിടെ അടുത്ത റെസിസ്റ്റർ. ഇത് R1, ഇത് R2, ഇത് R3, ഇത് E1, ഇത് E2. അപ്പൊ അതേപോലെ കറണ്ട് പുറപ്പെട്ടു. കറണ്ട് റെസിസ്റ്റൻസിന് കണ്ടുമുട്ടി IR1, കറണ്ട് റെസിസ്റ്റൻസിന് കണ്ടുമുട്ടി IR2, കറണ്ട് റെസിസ്റ്റൻസിന് കണ്ടുമുട്ടി IR3. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മ. ഇനിയാണ് പ്രശ്നം കിടക്കണേ. ഇവിടെ സെല്ല് എങ്ങനെ കണക്ട് ചെയ്യണേ, ഒരാളുടെ പോസിറ്റീവ് അടുത്ത ആളുടെ പോസിറ്റീവിലോട്ടാ. അപ്പൊ എന്താ, ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 ആണ്. എപ്പോ E1 ഗ്രേറ്റർ ദാൻ E2 ആണെങ്കിൽ. ഇതേ സാധനം തന്നെ E2 മൈനസ് E1 ആ. എപ്പോ E2 ഗ്രേറ്റർ ദാൻ E1 ആണെങ്കിൽ. ഓർത്തോളോ, കാരണം ഇങ്ങനെ രണ്ട് രീതിയിൽ കണക്ഷൻ വരാം, ഒപ്പോസിങ്ങും എയ്ഡിങ്ങും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വാല്യൂല് വ്യത്യാസം വരും. ഓർത്തോളോ. ഇനി അടുത്തത് കോമ്പിനേഷൻ ഓഫ് സെൽസ്. എന്താണ് കോമ്പിനേഷൻ ഓഫ് സെൽസ്? ഈ റെസിസ്റ്റർ സീരീസ് പാരൽ കണ്ടു, കപ്പാസിറ്റർ സീരീസ് പാരൽ കണ്ടു, അതുപോലെ സെൽസ് ഇൻ സീരീസ്, സെൽസ് ഇൻ പാരൽ. ശ്രദ്ധിക്കുക, ഇവിടെ n സെൽസ് കണക്ട് ചെയ്തു, ഈച്ച് വിത്ത് EMF E, എക്സ്റ്റേണൽ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R, ER, ER, ER. ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R. അപ്പൊ കറണ്ട് ഇൻ സീരീസ് എന്തായിരിക്കും, ടോട്ടൽ EMF എങ്ങനെ കണ്ടുപിടിക്കുക, ഒരു സെല്ലിന്റെ EMF ഇൻറ്റു നമ്പർ ഓഫ് സെൽസ്. സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാത്തിന്റെയും വാല്യൂ സെയിം ആണ്. ഒരു സെല്ലിന് EMF ഇൻറ്റു നമ്പർ ഓഫ് സെൽസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്, അതിനോട് സീരീസ് ആയിട്ട് ഒരു സെല്ലിന്റെ ഈ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ഇൻറ്റു നമ്പർ ഓഫ് സെൽസ്. അല്ലെ, അങ്ങനെയല്ല ഈ ടോട്ടൽ സെല്ലിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, കാരണം ഇത് സീരീസ് കോമ്പിനേഷനാണ്. റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസും വെൻ ദെയർ വാല്യൂസ് ആർ സെയിം ആണെങ്കിൽ എന്താ തട്ടിപ്പ് ഫോർമുല, ടേക്ക് വൺ റെസിസ്റ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പൊ എന്താ ഈ സീരീസിന്റെ ഫോർമുല, ഒരു റൈമിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR. അതിൽ N എന്താ നമ്പർ ഓഫ് സെൽസ്, ക്യാപിറ്റൽ ലെറ്റർ E എന്താ EMF ഓഫ് എ സെല്ല്, ക്യാപിറ്റൽ ലെറ്റർ R എന്താ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ R എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല്. ഇത് സീരീസ്. അപ്പൊ സെൽസ് പാരലൽ ആണെങ്കിലാ, അയ്യോ പാരലൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക, പാരലൽ ആണെങ്കിൽ നമുക്ക് നോക്കാം. സെൽസ് ഇൻ പാരലൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു സെല്ല്, ഇത് അടുത്ത സെല്ല്,
അങ്ങനെ പോയി nth സെല്ല് ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആരായിട്ട്? ഇത് മൊത്തം ആരായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റർ ആറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. EMF ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ, EMF ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ, EMF ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റർ ആർ. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഐ പാരലിന്റെ കേസ് എന്താ? ഐ പാരലില് കറണ്ട് ഇൻ പാരൽ കോമ്പിനേഷനിലെ കറണ്ട് എന്തായിരിക്കും? നമുക്ക് നോക്കാം. പാരൽ കോമ്പിനേഷനിലെ കറണ്ട് എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് തോന്നും ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ EMF ഇൻറ്റു നമ്പർ ഓഫ് സെൽസ് നിങ്ങൾക്ക് പറയാൻ തോന്നും. തെറ്റാണ്. കാരണം പാരൽ കോമ്പിനേഷൻ ആണ്. പാരൽ കോമ്പിനേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ സെയിം. അപ്പൊ ഒരു സെല്ലല്ല, 1,00,000 സെല്ല് നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താലും ടോട്ടൽ EMF എന്താ? ഒരു സെല്ലിന്റെ EMF എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാ? 6 പ്ലസ് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർക്ക് ഈ പാരൽ കോമ്പിനേഷനോട് സീരീസ് ആണ്. ഈ പാരൽ കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, when resistor values are same when they are connected in parallel, take one resistor divided by number of resistors. അപ്പൊ ഈ പാരലൽ ഫോർമുല എന്താ നോക്കാം. ഈ ഡിവൈഡഡ് ബൈ ഇവിടെ LCM എടുത്താലാ NR പ്ലസ് R ബൈ N. ഇവിടെ LCM എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു NR പ്ലസ് R ബൈ N. അപ്പൊ ഈ പാരലൽ ഫോർമുല എന്താ? ഈ N മുകളിലേക്ക് വന്നു, NE ഡിവൈഡഡ് ബൈ NR പ്ലസ് R. ആദ്യം കാണുമ്പോൾ തോന്നുന്നു രണ്ട് ഫോർമുല ഒന്നാണ്. അല്ല, രണ്ട് ഫോർമുല ഒന്നല്ല. കാരണം ഇവിടെ NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR ഉം ഇവിടെ NE ഡിവൈഡഡ് ബൈ NR പ്ലസ് R ആണ്. ശ്രദ്ധിക്കുക, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സീരീസ് കോമ്പിനേഷനിലും പാരൽ കോമ്പിനേഷനിലും കറണ്ട് സെയിം ആണെങ്കിൽ സെയിം ആവണ കണ്ടീഷൻ എന്താണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ സീരീസിന്റെയും പാരൽ കോമ്പിനേഷനിലും കറണ്ട് സെയിം ആയിരിക്കും. അത് ഓർത്തോളൂ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ സീരീസ് കോമ്പിനേഷന്റെയും പാരൽ കോമ്പിനേഷന്റെയും കറണ്ട് സെയിം ആയിരിക്കും. അതൊരു സ്പെഷ്യൽ കേസാണ്, ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ ഓർത്തോളൂ. അടുത്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഡെറിവേഷൻ എടുക്കുന്നില്ല. എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്? 4 റെസിസ്റ്റേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇത് P, ഇത് Q, ഇത് R, ഇത് S. 4 റെസിസ്റ്റേഴ്സ്. ഓർഡർ ശ്രദ്ധിക്കണേ, P, Q, R, S. ഇവിടെ ഒരു സെല്ല് ശ്രദ്ധിക്കുക. ഇതിന്റെ മിഡിൽ ബ്രാഞ്ചിൽ ഗാൽവനോമീറ്റർ ഉണ്ട്. എന്താ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രത്യേകത? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ. എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ? ഇഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ, നോ കറന്റ് ഫ്ലോസ് ത്രൂ മിഡിൽ ബ്രാഞ്ച്. If Wheatstone bridge is under balanced condition, no current flows through middle branch. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? P by Q equal to S by R. റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ ഇങ്ങനെ കിട്ടും. P by Q equal to എന്താ? P by Q equal to S by R. ഈ ഓർഡർ ശ്രദ്ധിക്കണേ. P by Q equal to S by R. അപ്പൊ ഇനി സപ്പോസ് നിങ്ങൾക്ക് P ന്റെ വാല്യൂ അറിയില്ല, വിഷമിക്കണ്ട. എന്ത് ചെയ്താൽ മതി? Q into S by R ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? P ന്റെ വാല്യൂ കിട്ടും. അപ്പൊ എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറയണ മറുപടി, മാഷേ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 4 റെസിസ്റ്റേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതിൽ ഒരെണ്ണത്തിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, 3 എണ്ണത്തിന്റെ വാല്യൂ നമുക്ക് അറിയാന്ന് വെക്ക്. അപ്പൊ നമുക്ക് ഈ 4 റെസിസ്റ്റേഴ്സിനെ വീറ്റ്സ്റ്റോൺ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത വാല്യൂ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താ? നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ മിഡിൽ ബ്രാഞ്ച്. ഇവിടെ ശ്രദ്ധിക്കുക, പ്ലസ് മൈനസ്. ഇത് EMF E, കറണ്ട് പുറപ്പെട്ടു, കറണ്ട് ഈ ജംഗ്ഷൻ കണ്ടു. ഈ ജംഗ്ഷൻ കണ്ടപ്പോൾ ഒരു കറണ്ട് I1 ഇങ്ങോട്ട് പോയി, മറ്റേ കറണ്ട് I1 കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് പോവാണ്. അതിൽ ഗാൽവനോമീറ്റർ കൂടെ പോയ കറണ്ട് IG ആണെന്ന് വെക്കുക. അപ്പൊ ബാക്കി കറണ്ട് എത്രയുണ്ട് ഇവിടെ? I1 മൈനസ് IG. കാരണം ഇൻകമിങ് കറണ്ട് I1 ആണ്, അതിൽ IG കറണ്ട് ഗാൽവനോമീറ്ററോടെ പോയി, ബാക്കി കറണ്ട് I1 മൈനസ് IG. ഇനി ഈ ജംഗ്ഷനിലേക്ക് 2 കറണ്ട് വരുന്നുണ്ട്. ആരാ? I2 വരുന്നുണ്ട്, IG വരുന്നുണ്ട്. അപ്പൊ ക്രിച്ചോസ് എന്താ പറയണേ? വരണ കറണ്ട് ഈക്വൽ ടു പോണ കറണ്ട്. അപ്പൊ പോണ കറണ്ട് ആരാ? I2 പ്ലസ് IG. ഇനി ഈ ജംഗ്ഷനിലേക്ക് 2 കറണ്ട് വരുന്നുണ്ട്. ആരൊക്കെയാ? I1 മൈനസ് IG വരുന്നുണ്ട്, പ്ലസ് എന്ത് വരുന്നുണ്ട്? I2 പ്ലസ് IG വരുന്നുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുക? IG ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താ? I1 പ്ലസ് I2. അതായത് എന്തെന്നെയാ? I തന്നെ. എന്റെ കണക്ഷൻ ശരിയായി. എന്താ? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആരാ പുറത്തോട്ട് പോയേ? I. നെഗറ്റീവ് ടെർമിനലിലോട്ട് ആരാ തിരിച്ചു വന്നേ? I. അപ്പൊ കണക്ഷൻ ശരിയാ. എന്നിട്ട് ബാലൻസ്ഡ് കണ്ടീഷൻ നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ മിഡിൽ ബ്രാഞ്ച്. ഇനി വീറ്റ്സ്റ്റോൺ ടൈപ്പ് പ്രോബ്ലത്തിൽ ഒരു തട്ടിപ്പ് ഫോർമുല മാഷ് പറഞ്ഞുതരാം. മിഡിൽ ബ്രാഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഞ്ചിലെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ സോൾവ് ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ
ഇതെല്ലാം 10 ആണെന്ന് വെക്ക്. ഇപ്പോൾ മിഡിൽ ബ്രാഞ്ചിൽ വേണമെങ്കിൽ 10 അല്ലെങ്കിൽ 1000 എന്തൊരു തേങ്ങ വേണമെങ്കിൽ ആയിക്കോട്ടെ, ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ 10 ആയിരിക്കും. അത് നിങ്ങൾ സോൾവ് ചെയ്താൽ അത് തന്നെ കിട്ടുക. എന്താണ്? വീറ്റ്സ്റ്റോൺ ടൈപ്പ് പ്രോബ്ലത്തില് മിഡിൽ ബ്രാഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഞ്ചിലും റെസിസ്റ്ററിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താ? റെസിസ്റ്റൻസ് ഓഫ് എനി വൺ ബ്രാഞ്ച് ആണ്. അത് ഓർത്തോളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 10.33 ഓം വെറുതെ തന്നു, ഇതും 10.33 ഓം, ഇനി ഇതും 10.33 ഓം, ഇനി ഇവിടത്തെ റെസിസ്റ്റൻസും 10.33, മിഡിലത്തെ റെസിസ്റ്റൻസ് ഒന്നിക്കെ 10.33 അല്ലെങ്കിൽ 100.375 ഓമും ആയിക്കോട്ടെ, എന്ത് തേങ്ങ വേണമെങ്കിൽ ആയിക്കോട്ടെ, മിഡിൽ ബ്രാഞ്ച് വെച്ച് ബാക്കി എല്ലാ ബ്രാഞ്ചിലും റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താ? റെസിസ്റ്റൻസ് ഓഫ് എനി വൺ ബ്രാഞ്ച് ആണ്. അത് ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. ഇത് മറക്കരുത് കേട്ടോ, മറക്കരുത്, പ്രത്യേകിച്ച് മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കി, ഓംസ് ലോ, യൂണിവേഴ്സൽ ലോ അല്ല ആ കാര്യങ്ങൾ നോക്കി, സെൽസ് ഇൻ സീരീസ്, സെൽസ് ഇൻ പാരലൽ ആ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മളൊരു കാര്യം നോക്കേണ്ടതേ, ഈ ശ്രദ്ധിക്കുക, മാക്സിമം കറണ്ട് ഡ്രോൺ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെല്ല്. മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെല്ല്, ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെല്ല്, അതൊന്നും ഓർത്തോളൂ. അതായത് ഐ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? ഇ ബൈ ആർ പ്ലസ് ആർ ആണ്. ശ്രദ്ധിക്കുക, മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെൽ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് എന്താക്കാൻ പറ്റും? 0 ആക്കാൻ പറ്റും. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ ഐ ഈക്വൽ ടു എന്താ? ഇ ബൈ ആർ ആണ്. അതിന്റെ അർത്ഥം എന്താ? മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ സെൽ ഈസ് ലിമിറ്റഡ് ബൈ ആരാ? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ഒരു സെല്ലിൽ നിന്ന് അപ്പൊ നമ്മള് മക്കളെ വെൽക്കം ബാക്ക്. നമ്മുടെ ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. നമ്മള് ഇന്നത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. എന്താ ചാപ്റ്ററിന്റെ പേര്? കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്താ കറണ്ട്? വാട്ട് ഈസ് കറണ്ട്? റേറ്റ് ഓഫ് ചാർജ് ഫ്ലോ. സോ കറണ്ട് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. എന്താ? ലോ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഐ ഈക്വൽ ടു അപ്പം എന്താ? പ്ലസ് ഓർ മൈനസ് ക്യൂക്ക് പകരം എൻ ഇ ബൈ ടി എന്ന് എഴുതി. മറക്കരുത്, യൂണിറ്റ് ഓഫ് കറണ്ട് എന്താ? യൂണിറ്റ് ഓഫ് കറണ്ട് ആംപിയർ. ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്താ? ലോ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ലോ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അതെന്താ പറയണേ? ടോട്ടൽ ചാർജ് ഇൻ എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. അതിനർത്ഥം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ആണ്. ഒരു ബോഡിയിൽ ആകെ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ബോഡിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇൻറ്റു ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ഈ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അതായത് ഒരു ബോഡിക്ക് 6 × 1.6 × 10⁻⁻19 കുളൂമ്പ് ചാർജ് ആവാം, വിരോധമില്ല. പക്ഷെ 6.125 × 1.6 × 10⁻⁻19 കുളൂമ്പ് ചാർജ് ഉണ്ടാവാൻ പറ്റില്ല. കാരണം 6.125 എന്തല്ല? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ അല്ല. ഇനി എന്താ ഓംസ് ലോ പറയണേ? വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. എന്താ ഓംസ് ലോ പറയണേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷനിലാണ്? എന്താ? കണ്ടക്ടറിന്റെ രണ്ടറ്റത്തിലും അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ഗ്രേറ്റർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രേറ്റർ വിൽ ബി ദ കറണ്ട്. എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, കറണ്ട് ഉണ്ടാക്കുന്ന ആരാ? പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ട് പോയിന്റും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ടിനെ ഉണ്ടാക്കുന്നത് പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ. വി ഈസ് ഈക്വൽ ടു എന്താ? ഐ ആർ ആണ്. ഐ ഈസ് ഈക്വൽ ടു എന്താ? വി ബൈ ആർ ആണ്. ആർ ഈക്വൽ ടു എന്താ ഫോർമുല? വി ബൈ ഐ ആണ്. ഈ ആറിന്റെ പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. ആറിന്റെ പേരെന്താ? റെസിസ്റ്റൻസ്. ഐ കറണ്ട് യൂണിറ്റ് ആംപിയർ. വി എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന്റെ യൂണിറ്റ് എന്താ? വി യൂണിറ്റ്
വോൾട്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണ്. ആർ എന്താ? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം ആണ്. അപ്പൊ എന്താ ഓംസ് ലോ പറയണേ? ഒരു കണ്ടക്ടറി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷനിലാണ്? കണ്ടക്ടറിന്റെ രണ്ട് അറ്റത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷനിലാണ്. ഹയർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹയർ വിൽ ബി ദ കറന്റ് ഫ്ലോ. അപ്പോൾ അതാണ് ആ വിശേഷം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്താ ചെയ്യാം? എന്താ? റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ ആരും കൂടും? റെസിസ്റ്റൻസും കൂടും. ലെങ്ത് കുറഞ്ഞാൽ എന്താ? കണ്ടക്ടറിന്റെ ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസും കുറയും. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1 ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. എ എന്താ? ഏരിയ അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അത് മക്കളെ ശ്രദ്ധിച്ചോളും. മലയാളത്തിൽ ഇതിനെ ഛേദതല വിസ്തീർണം എന്ന് പറയും. കാരണം ഒരു കണ്ടക്ടറിനെ നമ്മൾ മുറിക്കുമ്പോൾ വരുന്ന ഈ ഏരിയ ആണ് എന്ത്? ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതാണ് എന്ത്? ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ എന്താ? റെസിസ്റ്റൻസ് കുറയും. ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നല്ല വണ്ണുള്ള വയറാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്താ? കുറയും. ശ്രദ്ധിക്കുക, ഈ രണ്ട് ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു L/A ആണ്. റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L/A ആണ്. ഈ റോന്റെ പേരാണ് എന്ത്? റെസിസ്റ്റിവിറ്റി. റോന്റെ പേരെന്താ? റെസിസ്റ്റിവിറ്റി. ഇതിന്റെ വേറെ പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അതിനെന്താ സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞ പേര് കിട്ടാൻ കാരണം എന്നറിയോ? R ഈക്വൽ ടു റോ L/A ആണ് അല്ലേ? അപ്പോ റോ ഈക്വൽ ടു എന്താ? RA/L ആണ്. അപ്പോ A ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയറും ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു എന്താ? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. എന്ത് തരം വയറിന്റെ? യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്ത്? യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും യൂണിറ്റ് ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. ശ്രദ്ധിക്കുക, റോന്റെ യൂണിറ്റ് ഓഫ് റോ ആണ് എന്ത്? റോ ഈസ് ഓം മീറ്റർ. യൂണിറ്റ് ഓഫ് റോ എന്താ? ഓം മീറ്റർ. ഇനി അടുത്താണ് സിഗ്മ. ഇതിനെന്താ വിളിക്കുക? സിഗ്മ. അതിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി. എന്താ കണ്ടക്ടിവിറ്റി? സിഗ്മ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി സിഗ്മ. അതിന്റെ യൂണിറ്റ് എന്താ? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ് ആരുടെ യൂണിറ്റ്? കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഇനി അതേപോലെ അടുത്ത ടോപ്പിക് കണ്ടക്ടൻസ്. അതാണ് അടുത്ത ടോപ്പിക് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് G ഈസ് ഈക്വൽ ടു എന്താ? 1/R ആണ്. അപ്പൊ കണ്ടക്ടൻസ് G യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്. കണ്ടക്ടൻസ് ജിയുടെ യൂണിറ്റ് എന്താ? ഓം ഇൻവേഴ്സ് ആണ് കണ്ടക്ടൻസ് ജിയുടെ യൂണിറ്റ്. ഓം ഇൻവേഴ്സ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ത്? കണ്ടക്ടൻസ്. ഇത് മറക്കരുത്. ഇനി അടുത്തതാണ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താ പറയണേ? ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് എന്തിന് ഈക്വലാ? ഡയറക്ട്ലി ഈസ് ഈക്വൽ ടു വാട്ട്? സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഇത് മൂന്നിന്റെയും പ്രൊഡക്റ്റിന്റെ ഈക്വൽ ആണ്. എന്താ ജൂൾസ് ലോ പറയണേ? ഹീറ്റ് പ്രൊഡ്യൂസർ ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഡ്യൂറിങ് വിച്ച് കറന്റ് ഫ്ലോ. അപ്പൊ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത് ആരെയാ? കറണ്ടിനെയാണ്. കാരണം കറണ്ട് സ്ക്വയർ ഉണ്ട്, H=I²RT. ഈ യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂളാണ് കേട്ടോ മക്കളെ. യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്താ? ജൂളാണ്. പിന്നെ അടുത്താണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ബൈ ടൈം ആണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വർക്ക് ഡൺ ആണ് എന്ത്? ഹീറ്റ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ? ഹീറ്റ് ആണ്. അപ്പൊ പവർ ഈക്വൽ ടു എന്താ ഫോർമുല? പവർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം ആണ്. പവർ ഈക്വൽ ടു എന്താ? ഹീറ്റ് ബൈ ടൈം ആണ്. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? I²RT/T ആണ്. അപ്പൊ ടി ക്യാൻസൽ ചെയ്തപ്പോ പവർ ആരാ? I²R ആണ്. പവറിന്റെ ഇക്വേഷൻ എന്താ? I²R. ഒരു ഇക്വേഷൻ. I²R നമുക്ക് I×I × R എന്ന് എഴുതാം. അതിൽ I×R ആരാ? V ആണ്. അപ്പൊ പവറിന് വേറെ ഇക്വേഷൻ കിട്ടി, VI എന്ന് കിട്ടി. ഇനി പവർ ഈക്വൽ ടു
വി ഇൻറ്റു ഐക്ക് പകരം എനിക്ക് വി ബൈ ആർ എന്ന് എഴുതാം. അപ്പൊ പവർ ഈക്വൽ ടു എന്താ, വി സ്ക്വയർ ബൈ ആർ. അപ്പൊ എന്താ 3 ഇക്വേഷൻ ഓഫ് പവർ? പവറിന്റെ ഒരു ഇക്വേഷൻ വി ഐ, പവറിന്റെ അടുത്ത ഇക്വേഷൻ എന്താ, ഐ സ്ക്വയർഡ് ആർ, പവറിന്റെ അടുത്ത ഇക്വേഷൻ എന്താ, വി സ്ക്വയർ ബൈ ആർ. ഇങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട് പവറിന്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയി വി ഈക്വൽ ടു ഐ ആർ ആണ്. ഐ ഈക്വൽ ടു എന്താ, വി ബൈ ആർ ആണ്. ആർ ഈക്വൽ ടു എന്താ, വി ബൈ ഐ ആണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ഇത് തിരിച്ചു മറിച്ച് എഴുതാം. യൂണിറ്റ് ഓഫ് പവർ വാട്ടാണ്. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ടാണ്. അതേപോലെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ ഉണ്ട്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ ഈസ് കിലോ വാട്ടാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ എന്താ, കിലോ വാട്ടാണ് ഓർ 1000 വാട്ടാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പവർ കിലോ വാട്ട് അല്ലെങ്കിൽ 1000 വാട്ടാണ്. ഇനി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കിലോ വാട്ട് അവർ ആണ്. ഈസ് കിലോ വാട്ട് അവർ. അപ്പൊ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് 1 കിലോ വാട്ട് അവർ? 1 kilowatt hour is the 1 kilowatt hour is the energy gained by electron. Sorry, is the energy consumed by an appliance of, appliance പറഞ്ഞാൽ എന്താ, ഉപകരണം, appliance of 1000 watt when used for 1 hour. When used for 1 hour. എന്താണ് 1 കിലോവാട്ട് അവർ? 1000 വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് എന്ത്, 1 കിലോവാട്ട് അവർ. അപ്പോൾ 1 കിലോവാട്ട് അവർ ഈക്വൽ ടു വാട്ട്, 1000 വാട്ട് ഇൻറ്റു 1 അവർ. 1 കിലോവാട്ട് അവർ ഈസ് ഈക്വൽ ടു എന്താ, 1000 വാട്ട് ഇൻറ്റു 1 അവർ. ഈ 1000 വാട്ട് എത്രയാ ഇൻറ്റു 1 അവർ എത്രയാ, 3600. അപ്പോൾ 1 കിലോ വാട്ട് എത്രയാ, 1000 വാട്ട് ഇൻറ്റു 3600. അതിനർത്ഥം 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. എന്താ ഇവിടെ ജൂള് വരാൻ കാരണം? ഇത് എന്താ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് യൂണിറ്റ് എന്തായ, ജൂളായ, മറക്കല്ലേ. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ടർ മൂവ് ഇൻ എന്ത് ഡയറക്ഷൻ? ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ടർ മൂവ് ഇൻ റാൻഡം ഡിറക്ഷൻ, റാൻഡം ഡിറക്ഷൻ, so that average initial velocity, so that average initial velocity of electron in a conductor is 0. Electron in a conductor is 0. ഇത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോണിന്റെ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി, അതെന്താ, ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് സെക്കൻഡ് ഇലക്ട്രോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, അങ്ങനെ പോയി nth ഇലക്ട്രോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു എന്താ, 0 വെക്ടർ. അതേ പറയുന്നു, ഒരു കണ്ടക്ടറിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ആ കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന്റെ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി എത്ര, 0 ആണ്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് ആയ? Conductors have large number of free electrons. Conductors have large number of free electrons. Conductors have large number of free electrons ഉണ്ട്. കണ്ടക്ടേഴ്സിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ these electrons are under constant random motion. Under constant random motion. ഈ ഇലക്ട്രോൺസ് എന്ത് മോഷനിലാണ്? കോൺസ്റ്റന്റ് റാൻഡം മോഷനിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി എന്തായ 0 ആവും. കാരണം 10 ഇലക്ട്രോൺസ് കിഴക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസ് പടിഞ്ഞാട്ട് പോയിട്ടുണ്ടാവും, അത് ക്യാൻസൽ ഔട്ട് ആവും. ഇത് എന്ത് കേസിലാ? നമ്മളെ കണ്ടക്ടറിലെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ,
ഇവിടെയാണ് നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കേണ്ടത്. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഞാൻ ഡെറിവേഷൻ എടുക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഡെഫിനേഷനിലേക്കും ആൻസറിലോട്ടും പോവാണ്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി. It is average velocity with which electrons in a conductor move in the opposite direction of applied electric field. Opposite direction of applied electric field. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? മൈനസ് ഇ വെക്ടർ ടോ ബൈ എം. വാട്ട് ഈസ് വി സഫിക്സ് ഡി? ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് സ്മോൾ ലെറ്റർ ഇ? ചാർജ് ഓഫ് ഇലക്ട്രോൺ. വാട്ട് ഈസ് ക്യാപിറ്റൽ ലെറ്റർ വി? ക്യാപിറ്റൽ ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഈസ് വാട്ട്? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. Applied electric field. What is tau? Average relaxation time. What is tau? Average relaxation time. What is m? Mass of electron. Now some of you might be wondering, കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ റിലാക്സേഷൻ ടൈം? റിലാക്സേഷൻ ടൈം ശ്രദ്ധിക്കുക. കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് എപ്പോഴും തമ്മിൽ കൂട്ടിയിടിക്കും. എപ്പോഴും കൊളീഷൻസ് ഉണ്ടാവും. ദ ടൈം ഇലാപ്സ്ഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് ആവറേജ് റിലാക്സേഷൻ ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആവറേജ് റിലാക്സേഷൻ ടൈം. The time elapsed between two successive collisions is called what? Average relaxation time. അതിനെ ഡിനോട്ട് ലെറ്റർ ടോ എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ടാസ്ക്. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ശ്രദ്ധിക്കുക, ഞാൻ ഡയറക്റ്റ് ആൻസർ ചെയ്തണ മക്കളെ. I ഈക്വൽ ടു NAVDE. അതിൽ N എന്ന് പറയുന്നത്, ഇതിനെ ഞാൻ നാവ് എന്നാണ് ഓർത്ത് വയ്ക്കുക. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി മാഷ് ഓർക്കണത് എങ്ങനെയാ? നാവ്. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയാണ് N, സ്മോൾ ലെറ്റർ N. എ നേരത്തെ പറഞ്ഞ ക്രോസ് സെക്ഷണൽ ഏരിയ. എന്താ ക്രോസ് സെക്ഷണൽ ഏരിയ? വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി, മറ്റേ ചാർജ് ഓഫ് ഇലക്ട്രോൺ, അതൊക്കെ നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കാം, ഇനി നമ്മൾ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. എന്താണ് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ? നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഡിറൈവ് ചെയ്യാം. അപ്പൊ I ഈക്വൽ ടു എന്താ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനേ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലും മൈനസ് സൈൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് നടക്കണേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി നടക്കണേ. മനസ്സിലായ? അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് നടക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ആവറേജ് വെലോസിറ്റി ആണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത് ഓർത്തോളൂ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ I ഈക്വൽ ടു NAVDക്ക് പകരം ഞാൻ മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് സൈൻ എഴുതാൻ ചേട്ടാ. E ടോ ബൈ എം. VDക്ക് പകരം E ടോ ബൈ എം, പിന്നെ ഒരു ഇൻറ്റു ഇ ഉണ്ട്.
അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എന്താ എൻ എ ഇ സ്ക്വയർ ഇ ടോ ബൈ എം ആണ്. ഇനി ഇവിടെ വേറൊരു ഇക്വേഷൻ വരുന്നുണ്ട് നിങ്ങൾ, അതായത് അത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇഫ് യു അപ്ലൈ വി പൊട്ടൻഷ്യൽ to a conductor of length L, to a conductor of length L, the electric field setup will be, അവിടെ setup ആണ് electric field, the electric field setup will be E equal to V by L ആണ്. L ലെങ്ത് ഉള്ള കണ്ടിട്ടല്ല വി പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് അവിടെ സെറ്റപ്പ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്താ ഈക്വൽ ടു വി ബൈ എൽ. അപ്പൊ ഏപ്പാട്ട ഇ കണ്ടാലും അവിടെ വി ബൈ എൽ എന്ന് എഴുതാം. അപ്പൊ ഐ ഈക്വൽ ടു എന്താ എൻ എ ഇ സ്ക്വയർ ഇക്ക് പകരം എന്താ ഇനി വി ബൈ എൽ ഇൻറ്റു ടോ ബൈ എം. എം എൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എം എൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി, ഐനെ അടിയിലേക്ക് കൊണ്ടുവന്നു, എൻ എ ഇ സ്ക്വയർ വി ടോ ബൈ ഐ. എന്നിട്ട് വി ബൈ ഐനെ അവിടെ നിർത്തി, എം എൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഐനെ വിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ വി ബൈ ഐ ഈസ് ഈക്വൽ ടു എന്താ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ. മക്കളെ വി ബൈ ഐ ആരാ റെസിസ്റ്റൻസാ. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു, എന്താ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ. മനസ്സിലായ? ഇതാണ് എന്ത് ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. അതായത് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാ പറഞ്ഞാൽ അതിന്റെ മലയാളം തുറ്റ നമ്മൾ ഓംസ് ലോ ഡിറൈവ് ചെയ്തു. ഇനി നമ്മൾ ഇത് അടുത്ത കളർ എടുക്കണം. എനിക്കറിയാം റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു അല്ല, റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ റോ എൽ ബൈ എ, റെസിസ്റ്റൻസിന്റെ നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്താ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ. അത് രണ്ടും കൂടി കമ്പയർ ചെയ്താലോ എം എൽ ബൈ എൻ എ ഇ സ്ക്വയർ ടോ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പൊ എന്താ എൽ ബൈ എ കൊന്നുകളഞ്ഞു. അപ്പൊ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്താ റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്താ എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതാണ് റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ. ഈ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത് കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു എന്താ എൻ ഇ സ്ക്വയർ ടോ ബൈ എം. അപ്പൊ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എം ബൈ എൻ ഇ സ്ക്വയർ ടോ, കണ്ടക്ടിവിറ്റി ഇക്വേഷൻ എന്താ എൻ ഇ സ്ക്വയർ ടോ ബൈ എം. ഇനി അടുത്ത സാധനമാണ് കറന്റ് ഡെൻസിറ്റി. എന്താണ് കറന്റ് ഡെൻസിറ്റി? കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ദ കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ കറന്റ് ഡെൻസിറ്റി ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഐ ബൈ എ ആണ്. ഈ ഐ ആരാ എൻ എ വി ഡി ആണ്, ബൈ ഏരിയ എന്താ എ ആണ്, എ ക്യാൻസൽ ചെയ്തു. അപ്പൊ കറന്റ് ഡെൻസിറ്റി ജെ വെക്ടർ ഈക്വൽ ടു എന്താ ഫോർമുല എൻ വി ഡി ഇ. കറന്റ് ഡെൻസിറ്റി ജെ വെക്ടർ ഈക്വൽ ടു എന്താ ഫോർമുല എൻ വി ഡി ഇ. അതിന്റെ യൂണിറ്റ് എന്താ വരിക ആംബിയർ പെർ മീറ്റർ സ്ക്വയർ, കാരണം കറണ്ട് ബൈ ഏരിയ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ജെ വെക്ടർ ഈക്വൽ ടു എന്താ എൻ വി ഡി ഇ ആണ്. അല്ല ഈ വി ഡി ആരാ ഇ ടോ ബൈ എം ആണ്. മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കണം, അതുകൊണ്ട് മൈനസ് സൈൻ കിട്ടണില്ല. അപ്പൊ വി ഡിക്ക് പകരം ഇ ടോ ബൈ എം ബൈ എന്ന് എഴുതി. അപ്പൊ ജെ വെക്ടർ ഈക്വൽ ടു എന്താ ഫോർമുല എൻ ഇ സ്ക്വയർ ഇ ടോ ബൈ എം. എൻ ഇൻറ്റു ഇ സ്ക്വയർ ഇ ടോ ബൈ എം. അല്ല നല്ല മുഖപരിചയം, എൻ ഇ സ്ക്വയർ ടോ ബൈ എം അതെന്താ സിഗ്മയാണ്. അപ്പൊ ജെ വെക്ടർ ഈക്വൽ ടു എന്താ സിഗ്മ ഇ വെക്ടർ. അപ്പൊ ഇ വെക്ടർ ഈക്വൽ ടു എന്താ ജെ വെക്ടർ ബൈ സിഗ്മയാണ്. അല്ല 1 ബൈ സിഗ്മ ആരാ റോ ആണ്. അപ്പൊ ഇ വെക്ടർ ഈക്വൽ ടു എന്താ റോജെ വെക്ടർ. ഇ വെക്ടർ ഈക്വൽ ടു റോജെ വെക്ടറും ജെ വെക്ടർ ഈക്വൽ ടു സിഗ്മ വെക്ടറും ഇതിനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. എന്താണ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം? എന്താ ഓംസ് ലോ ഇൻ വെക്ടർ ഫോം? ജെ വെക്ടർ ഈക്വൽ ടു സിഗ്മ ഇ വെക്ടറും ഇ വെക്ടർ ഈക്വൽ ടു റോജെ വെക്ടറും അതിന് രണ്ടുപേരും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പറയുന്ന ഓംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇവിടെ ഞാൻ വേറൊരു ടോപ്പിക് ഞാൻ പറയാൻ വിട്ടുപോയി, അതാണ് ലോറൻസ് ഫോഴ്സ്. അതിൽ ഫസ്റ്റ് ആണ് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ
എ ചാർജ്ഡ് പാർട്ടിക്കിൾ Q, charged particle Q in an electric field E, in an electric field E. ഒരു ചാർജ് പാർട്ടിക്കിൾ Q ഒരു ഇലക്ട്രിക് ഫീൽഡ് E വെക്ടറിൽ അത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് QE. ഇതാണ് എന്ത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്. ഒരു ചാർജ് പാർട്ടിക്കിൾ Q പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് E, അതിന്റെ പേരാണ് എന്ത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്. മറക്കല്ലേട്ടാ, ഇതാണ് എന്ത് ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ്. ഓർത്തോളൂ. ശരി, ഇവിടേക്ക് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദ, ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം പറയാം. ഫോർ എക്സാമ്പിൾ, what is the electric field required to balance a deuteron? What is the electric field required to balance a deuteron? ഒരു ഡ്യൂട്രോണിനെ ബാലൻസ് ചെയ്യാൻ എത്ര ഇലക്ട്രിക് ഫീൽഡ് വേണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ശരിക്കും ഡ്യൂട്രോൺ എന്താ നിലത്തോട്ട് വീഴണം. നിലത്തോട്ട് വീണത് എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ. നിലത്തോട്ട് വീഴുന്നില്ല എങ്കിൽ എന്താ അതിൽ അപ്വേർഡ് ആരുണ്ടാവും? ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് എന്താ QE ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ mg ആണ്. നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അത് mg/q ആണ്. ഇനി ഡ്യൂട്രോണിന്റെ പ്രത്യേകത എന്താ? ഡ്യൂട്രോണിന്റെ മാസ് എന്താ? 2 times മാസ് ഓഫ് എ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ മാസ് 1.67 × 10⁻27. ഗ്രാവിറ്റി 10 എടുത്തു. ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഡ്യൂട്രോൺ എന്താ? ഡ്യൂട്രോണിന്റെ ചാർജ് എന്താ? സെയിം ആസ് പ്രോട്ടോൺ ആണ്. അപ്പൊ എത്ര? 1.6 × 10⁻19. ഈ 1.67 1.6 ക്യാൻസൽ ചെയ്തു. അപ്പൊ ആൻസർ എത്രയായി? 2 × 10⁻27 10. അപ്പൊ 10⁻26. താഴെ കിടക്കണ 19 മുകളിൽ വരുമ്പോൾ +19 ആയി. അപ്പൊ ആൻസർ എത്രയാ? 2 × 10⁻7 N/Coulomb. അതാണ് ഡ്യൂട്രോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഇങ്ങനെ ചോദിക്കൂട്ടെ, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഓയിൽ ഡ്രോപ്പിനെ ബാലൻസ് ചെയ്യണം, അതിന്റെ ചാർജ് തന്നിട്ടുണ്ടാവും. ആൽഫ പാർട്ടിക്കിളിനെ ബാലൻസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്.